പൂവാസം പൂവാസം തോർക്കും മൂച്ച് കാത്ത് തീണ്ടി ഉറങ്ങണ്ടേ നമുക്ക്? നേരം വെളുത്തിട്ടില്ലല്ലോ. ഇപ്പൊ ഉറങ്ങിയാലേ നേരം വെളുക്കുമ്പോ നമുക്ക് എണീക്കാൻ പറ്റും. സച്ചു പ്ലീസ്, ഇത് ശല്യമാണ്. ഇത് ഒന്നുകൂടെ ഇഷ്ടം കൊണ്ടല്ല. ശരി. ഭാമേ ഡീ, ഈ ചെക്കൻ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഭാമേ ചെല്ല്, എന്താ വേണ്ടേ നോക്ക്. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ അവിടെ നിന്ന് വിളിക്കണേ? എന്തായാലും ഭാമേച്ച് അങ്ങോട്ട് പോ, ഇല്ലെങ്കിൽ സത്യമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇയാളെ ഞാനെന്നാ നോക്കിക്കും. സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഭാമേ ഡീ, എവിടെ പോയി കിടക്കുക ഇവള്? അലറണ്ട, വന്നു. എന്തിനാ സത്യമായിട്ട് ഇങ്ങനെ വിളിച്ചു പോകുന്ന രാവിലെ തന്നെ? എന്റെ ചായ എവിടെ? ചായയല്ലേ മേശപ്പുറത്തിരിക്കുന്ന, കണ്ടൂടെ? അല്ല, എന്റെ കോട്ട് നിന്നോട് തേക്കാൻ പറഞ്ഞില്ലേ? അതവിടെ തേച്ചില്ല അല്ലേ? അതല്ലേ മനുഷ്യ ഹാങ്ങറിൽ തൂക്കിയിട്ടിക്കണേ. നിങ്ങൾക്ക് എന്താ വരെ വരെ കണ്ണും കണ്ടൂടെ? ഇത് അയൺ ചെയ്താണോ? എന്നിട്ടെന്താ ചുളുങ്ങിയിരിക്കണ? നിങ്ങൾക്കത് കണ്ടിട്ട് തേച്ചതാണെന്ന് തോന്നിയില്ലെങ്കിൽ സ്വന്തമായിട്ട് തേച്ചിട്ടോ. ഏയ് അത് വേണ്ട, ചെറിയ ചുളിവല്ലേ. നിനക്ക് വേണ്ടി ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോളാം. ഇനി പൊന്നു സത്യേട്ടാ, ഈ രാവിലെ കിടന്ന് ഭാമയെന്ന് കിടന്ന് കീറല്ലേ. താഴെ ലീലാമ്മയുടെ മുന്നിലൊക്കെ ഞാൻ നാണം കിടന്ന് ഈ പഞ്ചായത്ത് മുഴുവൻ കേൾക്കുമല്ലോ നിങ്ങളുടെ ഈ വിളി. അതിന് ഈ പഞ്ചായത്ത് മുഴുവൻ അറിയാലോ നീ എന്റെ ഭാര്യയായിരുന്നു. ഞാൻ നിന്റെ ഭാര്യയല്ലേ വിളിക്കണ. എന്താ പ്രശ്നം? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? അതൊക്കെ റെഡിയായി. അല്ല, ഇന്ന് സൺഡേ അല്ലേ? നിങ്ങൾ ഈ ഞായറാഴ്ച എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാൻ? കമ്പനിയിൽ. അവിടെ ആണെങ്കിൽ ആരുമില്ല. ഞാനെങ്കിലും പോയില്ലെങ്കിൽ പിന്നെ വർക്ക് നടക്കൂല. അല്ല സത്യേട്ടാ, നിങ്ങൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ലീവ് എടുത്തു എന്ന് വെച്ച് കമ്പനി ഇടിഞ്ഞിടാനൊന്നും പോകുന്നില്ലല്ലോ. ഇങ്ങനെ എല്ലാ ദിവസവും കമ്പനി തന്നെ പോയിരിക്കാണ്ട് വല്ലപ്പോഴും നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തൂടെ? നിനക്കതോടെ ഇരുന്ന് പറയാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. സിദ്ധു കുറേ നാളത്തേക്ക് ശേഷം നാട്ടിൽ പോയിരിക്കുന്ന. അവനെ എനിക്ക് വിളിച്ചു വരുത്താൻ പറ്റൂല. പിന്നെ നിന്റെ മോള് കല്യാണം കഴിഞ്ഞിട്ട് 15 ദിവസമായി, ഇതുവരെ കമ്പനിയിൽ വന്നിട്ടില്ല. ഞാൻ ആരോനെ വിളിച്ചിരുന്നു. അങ്കി ഇന്നലെ തൊട്ട ഓഫീസിൽ പോയി തുടങ്ങിയ. അടുത്ത ആഴ്ച തൊട്ട് ചിലപ്പോൾ സച്ചൂട്ടി വരുമായിരിക്കും. അപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുവോ ആവോ? അല്ല ബാമേ, ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കാൻ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? നീ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു തോന്നുന്നു. അതെ, കൈയെടുത്തേ. നിങ്ങളുടെ കമ്പനിയിൽ ആളില്ലാത്ത ചെല്ലും, വണ്ടി വിട്ടോ. അല്ല, കുറച്ചു നേരം വേണമെങ്കിൽ ഞാൻ നിൽക്കാം. ഒരാവശ്യമില്ല, കമ്പനിയിൽ ആളില്ല. നിങ്ങൾ ഈ അതിരിച്ച് വീഴും. പൊക്കോ, വിട്ടോ. ബൈ. ഈ അടിയാപ്പത്തിന്റെ സ്വഭാവത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ആരുമായി ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ അവിടെ എടുത്തു ഉണ്ണിയപ്പത്തിന്റെ സ്മെല്ല്. അല്ലടി, നീ ഇപ്പോഴല്ലേ അങ്ങോട്ട് പോയത് കുളിക്കാനെന്നും പറഞ്ഞ് 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. ഒരാൾക്ക് കുളിക്കാൻ 1/2 മണിക്കൂർ വേണോ? 5 മിനിറ്റിന് ധാരാളമല്ലേ? ഞാൻ കുളിച്ചു ഇങ്ങോട്ട് പോകുന്നു. വൃത്തിയുടെ കാര്യത്തില് നീയും കണക്കാ, എന്റെ മോനും കണക്കാ. വെറുതെ അല്ല രണ്ടിനും പരസ്പരം ഇഷ്ടമായത്. അവിടെ ഇരുന്നോ, ഇതാ കഴിക്കേ. എനിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നു പറഞ്ഞപ്പോ ഇന്ന് ഉണ്ടാക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. പറയാനുണ്ടോ? അച്ഛമ്മയുടെ മോളല്ലേ, അച്ഛമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, അപ്പോഴും കടിച്ച അച്ഛമ്മക്ക് അത് കഴിഞ്ഞേ നമുക്കുള്ളൂ അല്ലേ? അത് പറഞ്ഞപ്പോഴ രാവിലെ നിന്റെ അമ്മ വിളിച്ചിരുന്നു. ഭാമ ചോദിച്ചു, ഇവിടെ തന്നെ ഇങ്ങനെ കൂടാനാണോ അതോ ഓഫീസിലൊക്കെ പോവാൻ താല്പര്യമുണ്ടോന്ന്. അമ്മായി പോണം. ഞാൻ ഇന്നലെ പോവാനിരുന്നതാ, എനിക്ക് സമ്മതിച്ചില്ല. അടുത്ത ആഴ്ച തൊട്ട് ഞാൻ പോവും. ഭാമ ചോദിച്ചപ്പോ ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇത്രയൊക്കെ പഠിച്ച് നീ വീട്ടിലെന്തിനാ വെറുതെ ഇരിക്കണ? ഏതായാലും അടുത്ത ആഴ്ച തൊട്ട് പോ, അതാ നല്ലത്. എന്താ അമ്മായിക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്നെ ഉന്തുതള്ളി പറഞ്ഞു വിടുന്ന പോലെ. നിനക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ എന്നെ കൂട്ടിക്കോ. നമ്മള് പെണ്ണുങ്ങളെ സ്വന്തം കാലിൽ നിൽക്കണം. എന്തിനും അതിലും മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടില്ല. അതെനിക്ക് അറിയാം, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ആയിക്കോട്ടെ, ആദ്യം മോളൊന്ന് പിടിവിട്ടെ. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. സത്യേട്ടാ. ആരിനോ വാ. സിദ്ധു ഇല്ലാത്തോണ്ട് നിനക്ക് പ്രഷർ കൂടുന്നുണ്ടല്ലേ? ഏയ്, സിദ്ധുവേട്ടൻ അവിടെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കോള് വിളിച്ച് എല്ലാം ഓക്കെ ആണെന്ന് തിരക്കലുണ്ട്. വലിയ പ്രഷറൊന്നും ഇല്ല. ആണോ? മൺഡേ തൊട്ട് സച്ചു വരുന്ന ബാമ പറഞ്ഞ, അപ്പൊ കുറച്ചുകൂടെ ലോഡ് നിനക്ക് കുറഞ്ഞോളും.
മൺഡേ തൊട്ട് സത്യൂട്ടി വരുമോ? അതേതായാലും നന്നായി. അല്ല സത്യേട്ടാ, അന്ന് നമ്മുടെ കമ്പനിയിലെ ഫയൽ അടിച്ചുകൊണ്ട് പോയി ഹാക്ക് ചെയ്ത അതാരാന്ന് കണ്ടുപിടിച്ചു കൊടുക്കാം. അന്നേന് ഞാൻ പറഞ്ഞില്ലേ ആ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. ഞാനത് സെറ്റിൽ ചെയ്തു. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മുടെ കമ്പനിയിൽ ക്രിയേറ്റ് ആവാണ്ട് നോക്കാനുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല സത്യേട്ടാ, അതാരാന്ന് സത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ആര്യ, ഞാൻ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തെന്ന്. നീ നിന്റെ വർക്ക് കോൺസെൻട്രേറ്റ് ആയി ചെല്ല്. ആ സത്യേട്ടാ. കലു, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്ത. ശമ്പോട്ട ഒരു മിനിറ്റ്, ഇപ്പൊ തീരുത്. നിനക്ക് വേറെ പണിയൊന്നുമില്ല പെണ്ണെ. രാവിലെ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കും ഗെയിം കളിക്കാൻ. ചെന്നൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. ഒരു മിനിറ്റ് ശമ്പോട്ട, എത്ര തോറ്റോന്നറിയോ? ഇപ്പഴാണ് സെറ്റ് ആയത്. ഇങ്ങോട്ടാ മിണ്ടാതിരിക്കും ശമ്പോട്ട. കൊള്ളാലോട് പെണ്ണെ, എന്നോട് മിണ്ടാതിരിക്കാനോ? ഇപ്പൊ ശരിയാക്കി തരാം. ഇങ്ങോട്ടെടുക്ക്. ശമ്പോട്ട, ഈസിലി ഗെയിമാണോ നീ ഇത്ര പാടുപെട്ട് കളിച്ച? ഇതുപോലെ നിനക്ക് ജയിക്കാൻ അറിയില്ല. കഷ്ടം. അടച്ചു വെച്ചിട്ട് വെള്ളം എടുത്തോണ്ട് പോ. ഇതൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. ഇതൊരു ചെറിയ ഗെയിമാ. ഇത് ആർക്കും അറിയാത്ത. ഞാൻ ജയിച്ച ആ ഗെയിം ഉണ്ടാക്കിയ ആളും വിഷമിക്കൂലേ? ഞാൻ കാരണം അയാളെ വിഷമിക്കാൻ പാടില്ല. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. അല്ല, ഈ ഹിന്ദി സീരിയലല്ലാതെ മലയാളമൊന്നും ഇല്ല കാണാൻ? മലയാളം സീരിയലും ന്യൂസ് ചാനലല്ലാതെ അമ്മാവൻ എന്തെങ്കിലും കാണോ? ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. അമ്മായിക്ക് ഇഷ്ടമാണല്ലോ. ആരും അമ്മായിക്ക് ഇഷ്ടമല്ലേ ഇതൊക്കെ? ഓ, ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പണ്ട് WW ഇടാൻ പറയുമ്പോൾ ചന്തിക്കടി തന്ന് വിട്ടിട്ട് ന്യൂസ് ചാനലിരുന്ന് കാണുന്ന അച്ഛനായിരുന്നു. ഇപ്പൊ എന്തൊക്കെയാ കാണേണ്ടി വരുന്ന? അല്ല, സമയം ഒരുപാടായില്ലേ? കിടക്കുന്നില്ലേ? നിക്കമ്മാവ, ഇതിപ്പോ തീരും. ഇത് തീർന്നിട്ട് കിടക്കാം. എന്റെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആരാ അത്? അതിന് ഞങ്ങളാരും റിങ് കേട്ടില്ലല്ലോ. അച്ഛൻ മാത്രമേ കേട്ടുള്ളൂ. മിണ്ടാതിരിക്കാമെങ്കിൽ TV കാണുമ്പോഴാണോ സംസാരിക്കണം? അങ്ങ് നോക്ക്, അയാൾ എന്ത് റൊമാൻറ്റിക്കാ. ഹീ സോ റൊമാൻറ്റിക് പേഴ്സൺ. ഓഹോ, സോ റൊമാൻറ്റിക് പേഴ്സൺ അല്ലേ? ശരിയാക്കി തരാം. ഈ പണ്ടാരെപ്പോഴാണോ തീരണം? എഴുന്നേറ്റ് പോവാനും പറ്റുന്നില്ല. സച്ചു, കിടക്കണ്ടേ? നീ വെക്കോ, ഞാനിത് കണ്ടിട്ടേ വരുള്ളൂ. വല്ലാത്ത ക്ഷീണം. അല്ല, അമ്മയ്ക്ക് നാളെ ക്ലാസ് ഇല്ലേ? കിടക്കുന്നില്ലേ ആരും? അതെ, ആരു, നിനക്ക് നാളെ സ്കൂളിൽ പോണ്ടേ? നാളെ നേരത്തെ എഴുന്നേക്കണം. എല്ലാരും പോയി കിടന്നോ? അതെ, കിടക്കാം. മര്യാദക്കിരുന്ന് കണ്ടോണ്ടിരുന്നല്ലേ. അവരെന്താ എഴുന്നേറ്റ് പോയാ? നീ കാരണം നിനക്ക് ഉറക്കമാണെങ്കിൽ നീ പോയി ഉറങ്ങണം. അവരൊരു അവസരം കിട്ടാൻ കാത്തിരിക്കായിരുന്നു എഴുന്നേറ്റ് പോവാൻ. അവളൊരു ഹിന്ദി സീരിയൽ. എഴുന്നേറ്റ് പോടി, ഞാൻ ഓഫ് ചെയ്യാൻ പോവാ. എന്താ സീരിയല് കൊള്ളൂലേ? കൊള്ളോ എന്നൊക്കെ ഞാൻ റൂമിൽ പോയിട്ട് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഓഫ് ചെയ്യട്ടെ. കൊള്ളാലോ, നല്ല സീരിയലല്ലേ? പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ഓപ്പണാ. ആരുടെ മുന്നിലിരുന്ന് എന്ത് കാണുമെന്നും ഒരു ബോധവും ഇല്ല. ആകാശേട്ടാ, അവര് ന്യൂജനല്ലേ? നമ്മളെ പോലെയാണോ? മാറേണ്ടത് നമ്മളാ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരടുത്ത തലമുറ വരുമ്പോ ഇതിനേക്കാൾ ഓപ്പണപ്പായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാവന്റെ മോൻ അവനൊരു പാട്ട് വെച്ചാ നിങ്ങൾ അടി കൊടുത്ത് ന്യൂസ് ചാനൽ ഇടിപ്പിക്കും. ഇപ്പൊ എന്താ മരുമോനോടൊന്നും പറയാൻ പറ്റുന്നില്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അവൾ എന്ത് വിചാരിക്കും? ഞാനൊരു പഴഞ്ചനാണെന്ന് വിചാരിക്കൂലേ? അതെ അതെ, എന്തായാലും വിചാരിക്കും. ശരി, കിടന്നു. നാളെ എഴുതേക്കണ്ടേ? വന്നോ? കുറച്ചു മുമ്പ് സോ റൊമാൻറ്റിക് പേഴ്സണെ കണ്ടില്ലേ? ഇനി വേൾഡ് മോസ്റ്റ് റൊമാൻറ്റിക് പേഴ്സണെ കാണാം. ആര്? നീ ആയിരിക്കുമല്ലേ ആ മോസ്റ്റ് റൊമാൻറ്റിക്? നീ മോസ്റ്റ് റൊമാൻറ്റിക് അല്ല. ഞാനൊന്നും പറയുന്നില്ല. നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങ് ഊഹിച്ചെടുത്തോളാം. അഞ്ചി, നാളെ ഓഫീസിൽ പോണ്ടേ? പോയി കിടന്ന് ഉറങ്ങപ്പോ. അതിനെന്താ, നമുക്ക് ഒരുമിച്ചുറങ്ങാം. വാ. സമ്മതിക്കൂല, കുരുപ്പ്. സത്യേട്ടൻ പോവാൻ റെഡിയായോ? പിന്നല്ലേ, ഞാൻ കാറില് ലഞ്ച് ബോക്സ് വച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം മറക്കാതെ കഴിക്കണേ. ലഞ്ച് ബോക്സോ? അതെന്താ പതിവില്ലാതെ? ഇത്രയും നാളും ഞാൻ ഇവിടെ വന്നു അല്ലെങ്കിൽ ക്യാൻറ്റീന്നാണല്ലോ കഴിക്കുന്നത്.
അതല്ലേ രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് തോന്നി സത്യേട്ടൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിടണമെന്ന്. അതുകൊണ്ടാ. ഭാമേ, ഇങ്ങോട്ട് മുഖത്തേക്കൊന്ന് നോക്കിയേ. ആ കുറെ ആയില്ലേ അവൾ എന്തെങ്കിലും എൻ്റെ കൈ കൊണ്ട് കഴിച്ചിട്ട്, അതുകൊണ്ട് വെച്ചതാ. കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനെടുത്ത് മാറ്റിക്കോളാം കാറിൽ നിന്ന്. എന്നിട്ടെന്താ നീ ഉച്ചയ്ക്ക് 3 ലഞ്ച് ബോക്സ് അന്നത്തെ പോലെ അവിടെ എത്താനോ? ഞാൻ കൊണ്ടു കൊടുത്തോളാം. നിന്റെ മോക്ക് വേണ്ടി നീ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ലേ, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാം. അല്ല, ഇതെന്താ ബട്ടൺസ് മാറിയിട്ടിട്ടുണ്ടല്ലോ? എവിടെ? കറക്റ്റാണല്ലോ. ഇപ്പോഴും കൊച്ചു കുട്ടിയാണോ? ഞാനിട്ട് തരാം. അതെ, സത്യേട്ടനെ വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കണേ. അതൊന്നും ഉറപ്പ് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഞാൻ നല്ല ബിസി ആണെങ്കിൽ മറന്നുപോകും. എന്നാലും ഓർത്ത് കഴിക്കാം. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട, അതുപോലെ കൊണ്ടുവന്നാൽ മതി. ഞാൻ ഇവിടുത്തെ പൂജയ്ക്ക് പട്ടിക കൊടുത്തോളാം. ഇതെന്താ ഓന്ത് പോലും ഉത്തരപ്പെടുന്ന സ്വഭാവം മാറൂലല്ലോ. ഇപ്പോഴല്ലേ ഇവിടെ കൊഞ്ചിക്കൊണ്ട് നിന്ന്. നിങ്ങളുടെ കൂടെ ജീവിതം വേണ്ടി വന്ന ഓന്തല്ല, പാമ്പും പഴുതാരും ഒക്കെ ആയിട്ട് മാറും. തൽക്കാലം മോൻ ചെല്ലേ. നിന്നെ ഞാൻ വന്നിട്ടെടുത്തോളാം. അങ്കി, ഇതുവരെ കഴിഞ്ഞിട്ട് ഇതിന്റെ കുളി, എനിക്ക് ലേറ്റ് ആവുന്നു. ആ, ഞാൻ ഇറങ്ങി. നോക്ക്, നിന്റെ ഓഫീസിൽ 11 മണിക്ക് കയറി പോയാലും കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ സെപ്പറേറ്റ് പോകും. എൻ്റെ ഓഫീസ് എൻ്റെ അച്ഛൻ്റെ ഒന്നുമല്ല. പക്ഷെ നിനക്ക് അങ്ങനെയല്ലോ, നിന്റെ ഡാഡിയല്ലേ. നിനക്ക് എപ്പോ വേണമെങ്കിലും കയറി പൊക്കൂടെ. 6 ഡേറ്റ് ആയിക്കോട്ടെ, കമ്പനിക്ക് ഒരു ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിന് പോകണം. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ വെയിറ്റ് ചെയ്യും. ആ സമയത്തുള്ള നീ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് ഇറങ്ങി പോകും. ഒന്ന് വെയിറ്റ് ചെയ്യടി, ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി വരും. വന്നാ നിനക്ക് കൊള്ളാം. ഗുഡ് മോർണിംഗ് ചെറിയച്ച. അല്ല, ഡാഡി ഇതുവരെ എത്തിയില്ലേ? ഇന്ന് ഡാഡി ലേറ്റ് ആണോ? ആര്? സത്യേട്ടൻ ലേറ്റ് ആവാനോ? 5 മിനിറ്റ് മുന്നേ എത്തി ഇവിടെ പഞ്ച് ചെയ്തിട്ട് രഘുവേട്ടനെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോയിരിക്കാം, എന്തോ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓ ആണോ? അല്ല ചെറിയച്ച, എന്റെ ടാബിളിൽ കുറച്ച് ഫയൽ ഇരിപ്പുണ്ട്, ഒരുപാടുണ്ട്. ഏതാണ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ഡിസൈൻ ചെയ്ത് തരാം. നിന്റെ ടേബിളിൽ കൊണ്ടുവച്ച ഫയൽ മൊത്തം ഇമ്പോർട്ടൻ്റാ. കുറേയൊക്കെ സത്യേട്ടനെടുത്ത് നൈറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തു. ബാക്കിയുള്ളതൊക്കെ അപ്കമിങ് പ്രോജക്റ്റുകളാ. ഓ അല്ല ചെറിയ, നമ്മള് പുതിയ ഡിസൈനർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടില്ലേ? ആരും വരുമോ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ ചെയ്തില്ലേ? ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇന്റർവ്യൂ ചെയ്യുന്നത് സത്യേട്ടനാ. ആരെ അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല. തൽക്കാലം മോള് വാ, ഞാൻ ഫയൽ എടുത്തു തരാം. സച്ചു, മോക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിദ്ധുവേട്ടനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്. ഏയ് സിദ്ധു വിളിച്ചും കുറെ നാളത്തെ ശേഷമല്ല അങ്ങോട്ട് പോയത്. ആള് ഫാമിലിയോട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ബെസ്റ്റ്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിലും ആൾ ഇങ്ങോട്ട് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യും. സത്യം ഓക്കെ അല്ലേ? അവിടെയൊക്കെ നടക്കുന്നുണ്ടോ? ഇത് തന്നെയാണ് ഫുൾ ടൈം. അതല്ലെങ്കിലും അങ്ങനെയല്ലേ ചെറിയച്ച, നമ്മളൊക്കെ ഡാഡിയുടെ കൂടെ ഉണ്ടെങ്കിലും സിദ്ധു വരച്ചിട്ടൊന്നും മതിയാവൂല. ആൾക്ക് ആള് തന്നെ വേണം. ബാങ്കിൽ നിന്ന് ഇറങ്ങിയ തൊട്ട് രഘുവേട്ടൻ വല്ലാത്ത ആലോചനയിലാണല്ലോ. എന്തു പറ്റി? അതല്ല സാർ, ആര്യ കുഞ്ഞ് എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചാ എന്ത് പറയണം? ബാങ്കിൽ പോയ കാര്യം ആരോടും പറയണ്ടെന്നല്ലേ പറഞ്ഞ? അവനങ്ങനെ ചോദിക്കൂല. അഥവാ ചോദിച്ചാ പുതിയ പ്രോജക്റ്റിന്റെ സൈറ്റ് വല്ലതും കാണാൻ പോയെന്ന് പറഞ്ഞാൽ മതി. ഇതെന്താ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. സച്ചു, ടൈം 11 നിന്റെ വർക്ക് എപ്പോൾ തീരും? അങ്കി, ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടക്കുന്നുള്ളൂ. നീ കിടന്നോ, ഇതിപ്പോഴൊന്നും തീരൂല. തീരൂലെന്നോ? കുറച്ചധികം ഉണ്ട് ചെയ്യാൻ. സച്ചു, കാടിക്കലട പന്നി. ഇപ്പോൾ ഇത് അടച്ചു വെക്ക്. നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ചെയ്യാം. എങ്ങനെ? ഉറങ്ങി എഴുന്നേറ്റ്? അതിൽ നീ ഉറങ്ങാൻ വിടുവോ? കളിക്കല്ലേ, എനിക്ക് പണിയുണ്ട്. പോ സച്ചു, എണീറ്റ് പോടാ. അങ്കി, കുറച്ച് ദിവസം ഞാൻ പോകില്ലല്ലോ, അതിന്റെ വർക്ക. ഇത് തീർന്നില്ലെങ്കിൽ ഒരുപാട് ലോഡായി പോവും. കഴിഞ്ഞിട്ട് വിളിക്കോ? ആ, ഇത് കഴിഞ്ഞിട്ടല്ലേ? ഇത് കഴിഞ്ഞിട്ട് നീ ഉറങ്ങിപ്പോയാൽ ഞാൻ വിളിക്കാം. പോരെ, ഇപ്പോൾ നീ ചെല്ലു കിടക്ക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സച്ച് ഫുഡ് കഴിച്ചോ? ഈ മനുഷ്യനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്കം തോറ്റി? നീ എന്തായിരുന്നു ചിന്തിക്കുന്നത്? എന്ത്? ഒന്നുമില്ല, ഉറക്കം വരുന്നു. ഉറങ്ങണ്ടേന്ന് ചിന്തിച്ചിട്ടാ. അത് ശരി, ഉറക്കം വന്നാൽ കയറി കിടന്ന് ഉറങ്ങണം. അതിലിപ്പോ ഇരുന്ന് കുത്തിയിരുന്ന് ചിന്തിക്കാൻ മാത്രമേ ഇപ്പൊ എന്താ ഉള്ളത്? ഓ ഒന്നുമില്ല, എനിക്ക് ചിന്തിക്കാനും പാടില്ലേ.
അല്ല സത്യേട്ടാ, സച്ചു കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ കമ്പനി വരണേ? എങ്ങനെയുണ്ട്? അവള് എന്തെങ്കിലും പറഞ്ഞോ? അവള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നെ കണ്ടതും ഹഗ്ഗൊക്കെ തന്നിട്ട് ക്യാബിനിലോട്ട് പോയി. ഓ, അതായിപ്പോ എത്ര വലിയ കാര്യം. അല്ല, വീണ്ടും നീ എന്താ ആലോചിക്കുന്ന? കിടക്കുന്നില്ലേ? ഓ, കിടന്നു. ഞാൻ കിടക്കാന്നിട്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടണ്ട. പോരെ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ, എനിക്ക് ഉറങ്ങണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിനക്ക് ചോദിച്ചൂടെ ബാമേ? നിന്റെ മോള് നീ കൊടുത്ത ഭക്ഷണം കഴിച്ചു പോരെ? എന്നാ പിന്നെ സത്യമായിട്ട് വന്നപ്പോ തന്നെ ഇതങ്ങ് പറഞ്ഞൂടെ? എന്തിനാ എന്നിട്ട് ഇങ്ങനെ വട്ടാക്കണേ? ഓൾറെഡി വട്ടുള്ള നിന്നെ ഞാൻ എന്തിനാ ഇനി പ്രത്യേകിച്ച് വട്ടാക്കാൻ നിൽക്കണ ബാമേ? ഓ ആയിക്കോട്ടെ, എനിക്ക് വട്ടില്ലാത്ത സാറ് അങ്ങോട്ട് മാറിയിരിക്കേ. മാറിയിരിക്കാൻ സൗകര്യമില്ല. സത്യേട്ടാ, കിടക്കടി അങ്ങോട്ട്. ആശ നല്ല ഉറക്കാണല്ലോ. ഇവരിത് എഴുന്നേറ്റില്ലേ? അങ്കി എണീക്കേ. നീ നേരത്തെ എഴുന്നേറ്റോ? ആ, എനിക്കിന്ന് പോണം. പോവാനോ? എങ്ങോട്ട്? ഇന്ന് സൺഡേ അല്ലേ? നിനക്കെന്താ ഇന്നും ലീവില്ലേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിന്നെ കണ്ണി കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലെങ്കിൽ കുറച്ചധികം വർക്ക് ഉണ്ടെന്ന്. ഒരാഴ്ച കൂടി തിരക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിക്കോളും. ഇത് തന്നെയല്ലേ സച്ചു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നീ പറയണ അടുത്ത ആഴ്ച ശരിയാവുമെന്ന്. രാത്രി ലേറ്റായിട്ട് വരും, ഞായറാഴ്ച പോലും നിനക്ക് ലീവില്ല. നീ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നല്ലേ? അവിടെ വർക്കിലോട് വരുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ മാനേജ് ചെയ്യുന്ന. പോരാത്തിന് ഡാഡിക്ക് സപ്പോർട്ടിട്ട് ഞാനും ചെറിയച്ഛനും വേണ്ടേ അവിടെ? അല്ലെങ്കിൽ എപ്പോഴും നിന്റെ ഡാഡിക്കാണല്ലോ മുൻഗണന. ശരി, സമ്മതിച്ചു, നീ പൊക്കോ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നമ്മുടെ ഹണിമൂണിന് നിനക്ക് വരാൻ പറ്റൂലേ? മാരേജ് കഴിഞ്ഞ് 15 ദിവസം ഈ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് എവിടെയെങ്കിലും പോവാന്ന്? അപ്പൊ നീ സമ്മതിച്ചോ? ഇപ്പൊ ഞാൻ എങ്ങനെയാ ലീവ് ചോദിക്കുന്നേ? നീ വിചാരിച്ച നിന്നെ കൊണ്ട് പറ്റും, പക്ഷെ നീ മനഃപൂർവ്വം ചോദിക്കാത്തതാ. ഞാൻ ലീവ് ചോദിച്ച ഡാഡി തരുമെന്ന് എനിക്കറിയാം. പക്ഷെ കമ്പനിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. സോറി, എനിക്ക് വരാൻ പറ്റില്ല. എല്ലാത്തിനും കാരണം അയാളുടെ ഒരു കമ്പനി. ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ, അഖിൽ സ്പീക്കിംഗ്. എന്താ ഇപ്പൊ ഒരു കോള്? എന്തോറ്റി? എന്തെങ്കിലും അർജന്റ് ഉണ്ടോ? അതെ, എൻ്റെ ജീവിത പ്രശ്നം. എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. നമുക്കിന്ന് രാത്രി ഒന്ന് കൂടാം. ജീവിത പ്രശ്നം? എന്താടാ, വീണ്ടും വല്ല വള്ളിയും വലിച്ച് തലേ കയറ്റിയോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അല്ല, വല്യമ്മാവൻ എന്താ കോൾ എടുക്കാതെ? തിരക്കിലായിരിക്കൂടാ. സിദ്ധോണ്ണ രാത്രി വരുമ്പോ സത്യത്തിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോവാ. അതെ, സിദ്ധുഅമ്മാവ വലിയമ്മാവനെ കൊണ്ടുവരണം. അപ്പൊ ശരിയെന്നാ, ഓക്കെ. സത്യേട്ടാ, കൈ തന്നെ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ അതൊന്ന് എടുത്തൂടെ? ഇതാരാ ഈ രാവിലെ തന്നെ ഇങ്ങനെ നടന്ന് വിളിക്കണേ? ഇത് നിന്റെ മരുമോന. അവന്മാരൊരു കോപ്പിലെ ഗ്രൂപ്പ് ലെഫ്റ്റായാലും പിടിച്ചാടിയും പുല്ല്. സത്യേട്ടാ, അങ്കി ഇപ്പൊ സച്ചോട്ടിന്റെ ഭർത്താവാ. കുറച്ചൊക്കെ റെസ്പെക്ടോടെ സംസാരിക്കാം. എന്റെ പൊന്നു പാമേ, എന്തറിഞ്ഞിട്ടാ നീ സംസാരിക്കുന്ന? ഈ കാണുന്ന ഒന്നുമല്ല അവൻ. കൈ കൊണ്ട് തൊടാൻ കൊള്ളൂല. അതങ്ങനെ അമ്മായിമാരെയൊക്കെ കുപ്പിയിലാക്കി വെച്ചേക്കുമല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോവാ. ബായ്. രണ്ടാളുടെ ജാതകം ഒന്ന് പോയി നോക്കണം. ഒരിക്കലും ചേരൂല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഓവർ ടൈം എടുത്ത് നീ വർക്ക് ചെയ്യല്ലേ? ഇന്ന് സൺഡേ ആയിട്ട് നിനക്ക് ലീവ് എടുത്തൂടെ? അതൊന്നും സാരല്ല വലിയ. സൺഡേ ആയിട്ട് വീട്ടിൽ വെറുതെ അല്ലേ ഇരിക്കുന്ന. അല്ല മോളെ, നീയും അഞ്ചായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അവൻ വിളിച്ചിരുന്നോ? മറ്റേ ഗ്രൂപ്പില്ലേ കല്യാണ സമയത്ത് നമ്മളുണ്ടാക്കിയ, അതിൽ നിന്നൊരു കോള് വന്നിരുന്നു. എന്നിട്ട് അവൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ജീവിത പ്രശ്നമാണ്, വൈകുന്നേരം ഒന്നും കൂടാന്ന് പറഞ്ഞിട്ട് ആള് ഫോൺ കട്ട് ചെയ്തു. ഈ കൂടുതലെന്ന് പറയുന്നത് കള്ളുപിടിക്കാനല്ലേ? അതിനുവേണ്ടി ഇല്ലാത്ത പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചോണ്ടാവും വന്നോളും. സത്യ, നീ തിരക്കിലാണോ? വൈകുന്നേരം ഫ്രീ ആവോ? വൈകുന്നേരം നേരത്തെ ഇറങ്ങണം. ഭാമയ്ക്ക് ഇപ്പൊ തന്നെ പരാതിയുണ്ട്, എപ്പോഴും കമ്പനിയിലാന്ന്. അല്ല, രാവിലെ കോള് നീ കണ്ടില്ലേ? ഞങ്ങളൊക്കെ വൈകുന്നേരം ഒന്ന് കൂടാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നാളെയല്ലേടാ നിനക്ക് കൊച്ചു ചെറുക്കന്മാരോട് പോയിരുന്ന് കള്ളു കുടിക്കാൻ? നിങ്ങളൊക്കെ അവന്മാരിങ്ങനെ വഷളാക്കുന്ന. ഞാനങ്ങൂല, ഞാൻ വീട്ടിൽ പോവും. നീ വീട്ടിൽ പോണെങ്കിൽ പോക്കോ. ഒരാള് പറഞ്ഞ അത്രയും നല്ലതാ. അതിനെന്തോ ഒരു ഫോറിൻ സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങള് പോവും. എന്നാ പോകുമ്പോ എന്നെ വിളിക്ക്. ഏതായാലും വിളിച്ചതല്ലേ, ഇനി പിണങ്ങണ്ട ആരും. ഞങ്ങൾക്കൊരു പണക്കമില്ല. നീ വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് പോണ്ട. ഞാനില്ലാത്തപ്പോ എന്റെ കുറ്റം പറയാനല്ലേ ഞാനും വരും.
വരണമെങ്കിൽ വാ, 4 മണിക്ക് ഞങ്ങള് പോവും. 4 മണിക്കല്ലേ? നമുക്ക് എൻ്റെ കാറിൽ പോവാം. ആ, നിന്റെ കാറെങ്കിൽ നിന്റെ കാറ്, ആദ്യം വരുന്നുണ്ട്, നമുക്കെന്നാ ഒരുമിച്ച് പോവാം. ഓക്കെ. സിദ്ധു, ഇതാണോ ഫോറിൻ? ഏതോ പാട്ടച്ചാരായ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഫോറിനാണ് പോലും. അത് ശരി, ഇതെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു. വലിയ വലിയ ബിസിനസ്മാനാ ഇതായിരിക്കണത്. ആരെങ്കിലും ഒരു കുപ്പി ഇന്നേ വരെ എടുത്തിട്ടുണ്ടാ? അതിന് ഈ മീറ്റിംഗ് ഞങ്ങളാണോ വിളിച്ചു കൂട്ടുന്നത്? നീ നിന്റെ കൂട്ടുകാരനും അല്ലേ? അതൊക്കെ പോട്ടെ, ഞാൻ ലെഫ്റ്റ് അടിച്ച ഗ്രൂപ്പിൽ വീണ്ടും ഒരു ആഡാക്കിയത്. എന്താ വല്യമ്മാവ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? ഗ്രൂപ്പ് നല്ലതല്ലേ? നമുക്കിതുപോലൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ആ ഗ്രൂപ്പിനകത്ത് കാര്യം പറഞ്ഞാൽ പോരെ, എല്ലാവരിലേക്കും എത്തൂലേ? അതെ സത്യേട്ട, ആ ഗ്രൂപ്പ് അവിടെ കിടന്നോട്ടെ. ഒന്നുമില്ലെങ്കിലും നമുക്കിതുപോലെ ഇടയ്ക്കൊക്കെ ഒരുമിച്ച് കൂടാലോ. അതെ സത്യം, ആ ഗ്രൂപ്പ് അവിടെ കിടന്നോട്ടെ. അല്ല അങ്കി, നിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞില്ല. എന്തോ ജീവിത പ്രശ്നം എന്നൊക്കെ പറഞ്ഞില്ല, കാര്യം എന്താ? പറയാം. എന്നാ പറ. അതെ, എനിക്ക് ഹണിമൂണിന് പോണം. എന്തേ, അതിന് ഞങ്ങളൊക്കെ കൂടെ വരണോ? അത്രയ്ക്കുള്ള സഹായമൊന്നും വേണ്ട. എൻ്റെ പ്രശ്നം, എൻ്റെ ഭാര്യ എനിക്കിപ്പോൾ കാണാൻ പോലും കിട്ടുന്നില്ല. അവൾക്കൊരു 2 ആഴ്ച നിങ്ങൾ ലീവ് കൊടുക്കണം, എങ്കിലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് നീ നിൻ്റെ ഭാര്യയും തമ്മിലുള്ള വിഷയമല്ലേ, അതിന് ഞങ്ങൾ എന്തിനാണ് വിളിച്ചത്? ഇതേ അമ്മാവ് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. നിങ്ങൾ ലീവ് കൊടുത്താലല്ലേ അവൾക്ക് വരാൻ പറ്റൂ. ഓഹ്, എന്തെരിച്ചിലാടാ ഈ സാധനത്തിന്. എരിച്ചിലാന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി നിങ്ങളുടെ വായിക്കാത്ത തന്നെ പോയില്ലേ? നിർത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തിനൊരു തീരുമാനമാക്കി താ. അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ഹണിമൂണ് പോയില്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും കല്യാണം പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വിളിച്ചപ്പോ നീ അല്ലേ പറഞ്ഞ വേറെ അങ്ങോട്ടേ പോകുന്നു, വരുന്നില്ല എന്ന്? അന്ന് ഞങ്ങൾ പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എടാ കള്ള, എന്നോട് നീ സ്ഥലത്തില്ലെന്നല്ലേടാ പറഞ്ഞു തന്നു. എടാ കള്ള, അന്ന് നിന്നെ ഞാൻ വിരുന്നിന് വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞ? നീ നിന്റെ ഭാര്യയും കൂടെ ട്രിപ്പ് പോകുന്നു. അപ്പൊ എങ്ങും പോയില്ല. അച്ഛൻ ഇവനോട് ഒരാഴ്ച സച്ചുവിനെയും കൂട്ടി തറവാട്ടി വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ പറയാ ഞാൻ വിളിച്ചാലേ ഇവൻ വരുവുള്ളെന്ന്. അവസാനം ഗതി കെട്ടി ഞാൻ ഇവനെ വിളിച്ചു. അപ്പോൾ ഇവൻ പറയാ ഇവൻ ഭാര്യയായിട്ട് ഗോവയ്ക്ക് പോവാന്ന്. അത് ഞാൻ അന്ന് വെറുതെ പറഞ്ഞത്. വേണമെങ്കിൽ ഈ ഒരാഴ്ച ഞങ്ങളവിടെ വന്ന് നിൽക്കാം. അല്ല, അപ്പം നിനക്ക് ഹണിമൂണിന് പോകണ്ടേ? ഹണിമൂണ് പോലും കുഴപ്പമില്ല, അവക്ക് ലീവ് കിട്ടിയാൽ മതി. അവനവന്റെ ഭാര്യനെ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അതിനിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? എത്രയും വേഗം അവളെ അങ്ങ് പ്രഗ്നന്റ് ആക്ക്. അതാകുമ്പോ അവൾ ഓഫീസിൽ പോവില്ല, എനി ടൈം വീട്ടിൽ തന്നെ കാണും. നിന്റെ പ്രശ്നവും തീർന്നില്ലേ? അവന്റെ കോപ്പിൽ ഐഡിയ. വലിയമാവ വേണ്ട, വിട്ടേക്ക്. ഏയ്, ആ ഒരെണ്ണം അവന് കിട്ടാനുള്ളതാ, കുഴപ്പമില്ല. ഇവൻ ഒറ്റ ഒരുത്തന അവനെയും കൂടെ വഷളാക്കുന്ന. അത് ശരി, ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ? അതെ അമ്മാവ, ഞാൻ കാരണം നിങ്ങൾക്ക് ഇതുപോലൊരു വരുമാനം കിട്ടിയ. അതെനിക്കറിയാം, അതുകൊണ്ടാ എനിക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടുകൂടാത്തത്. നമ്മള് വീണ്ടും വിഷയത്തിൽ തന്നെ മാറുന്നു. കാര്യത്തിലേക്ക് വരാം. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട വലിയ മാവന. പറ, ഒരാഴ്ച നമുക്ക് ലീവ് കൊടുക്കോ? ലീവല്ലേ, ശരിയാക്കി തരാം. സത്യേട്ടൻ എന്തൊന്നും മിണ്ടാത്ത പിള്ളേരല്ലേ? ഈ പ്രായം കഴിഞ്ഞല്ലേ നമ്മൾ വന്ന, ഒന്ന് ലീവ് കൊടുക്ക്. നീ പറഞ്ഞ ശരിയാ, ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ വന്നത്. ഒരു 2 ആഴ്ചത്തേക്കുള്ള ലീവ് ഞാൻ കൊടുക്കാം. ഓ, 2 ആഴ്ചയോ? താങ്ക് യു സോ മച്ച് അമ്മാവ. ഇവനിത് കോളാക്കും. മാറി നിൽക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം പിടിച്ച് കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും. ഈ സ്വഭാവം കൊണ്ട് എൻ്റെ മോളെ വീട്ടിലിരിക്കാത്ത കമ്പനി വരണ. അത് പിന്നെ അമ്മാവനെയും അമ്മാവൻ്റെ മോളെയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോ പ്രശ്നമൊക്കെ സോൾവ് ആയില്ലേ? ഇനി 2 അടിച്ചിട്ട് നമുക്ക് പിരിയാം. അതെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നമ്മളെല്ലാവരും ഈ ഗ്രൂപ്പിലുണ്ട്, എന്തുകൊണ്ടാ അളിയൻ ഈ ഗ്രൂപ്പിൽ ആടാക്കാത്ത? ആര്? ആകാശ് അളിയനോ? ഇനി അതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളൂ. 2 ആടിക്കുന്ന സമയത്തായിരിക്കും അയാളെ കോപ്പിലെ ഉപദേശം. അതെ, അച്ഛനെ അടക്കിയാൽ ശരിയൊന്നും ആവില്ല. അതുമാത്രമല്ല, ഇവിടെ എന്ത് നടക്കുന്നോ അതങ്ങനെ തന്നെ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കും. പറഞ്ഞത് ശരിയാ. വെറുതെ എന്തിനാ വയ്യ വലി? 2 അടിച്ചിട്ട് നമുക്ക് വീടുകളിൽ പോവാം. അതെ. എടാ സത്യ, മതിയടാ. അങ്കി മതിയാക്ക്, വീട്ടിൽ നടന്നു പോണം.
നടന്നു പോണെങ്ങനെ കാറില്ലേ, നമുക്ക് കാറിൽ പോവാം. എനിക്ക് അവിടെ കാർ ഒതുക്കിയിട്ടുണ്ട്. നാളെ ബോധം വരുമ്പോ ചെന്ന് എടുത്തേക്ക്. എന്നാ ഞാൻ പോട്ടെ. ഓ നീ വിട്ടോ. ആ ശരിയെന്നാ. എല്ലാരും ഉറങ്ങിയെന്ന് തോന്നുന്ന, മണ്ടാതെ പോയി കിടക്കാം. എന്ത് നല്ല മാന്യം ഉറങ്ങുന്ന കണ്ടില്ലേ. സത്യ വീടെത്തി, ഇറങ്ങ. സത്യ സിദ്ധോട്ട ഏട്ടനെ കൊണ്ടകത്തേക്ക് പൊക്കോ, ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാം. നേരെ നിക്കടാ. ഏയ് നീ പിടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ. സത്യ മര്യാദയ്ക്ക് പോയി കിടക്കണേ. നീ നാലെണ്ണ അടിക്കുമ്പോ നീ അല്ലാതാവും. ബാമ എന്നെ എടുത്തറിയും. അമ്പാടിയെ വിളിച്ചപ്പോ ഇങ്ങോട്ട് ഇറങ്ങിന്നാണല്ലോ പറഞ്ഞ, എന്നിട്ട് സത്യേട്ടൻ എന്താ വരാത്ത? സത്യ ഡോർ നോക്കി ചെയ്തിട്ട് ഞാൻ പോവും. നീ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണേ. അതൊക്കെ ഞാൻ ഏറ്റു. ബാമേ വിചാരിച്ച പോലെ തന്നെ 4 കാലിലും. അല്ല ആരാ ഇങ്ങോട്ട് കൊണ്ട് വിട്ടേ? ആരും കൊണ്ടുവിടാൻ ആരും കൊണ്ടുവിട്ടില്ല. സത്യനാഥൻ 4 അടിച്ചാലും സ്വന്തം കാലിൽ വരും. അത് മനസ്സിലായി. നിങ്ങള് റൂമിനകത്തോട്ട് കേറ്. ഈ ബാമയുടെ ഒരു കാര്യം ഇത്രയ്ക്ക് തിടുക്കം വേണോ? എന്തായിരുന്നു നിങ്ങളുടെ ഒച്ച താഴെ കേൾക്കാതിരിക്കാനാ ലീലാമ്മയ്ക്ക് ഇപ്പോഴാ കിടക്കാൻ പോയത്. വെറുതെ അവരെയും കൂടെ അറിയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കണ്ടിട്ട് മൂക്കറ്റം വലിച്ച് കയറിയിട്ടുണ്ടല്ലോ. ഇത് പതിവുള്ളതല്ലല്ലോ. പതിവില്ലാത്ത പലതൊന്നും നടക്കും. എന്ത് മാറിനിക്ക്, ഞാൻ ഡോർ അടയ്ക്കട്ടെ. അതൊക്കെ പിന്നെ അടയ്ക്കാം. സത്യേട്ടൻ എന്താ ഇത്? മിണ്ടാതിരിക്കടി. മാറി നിൽക്ക് മനുഷ്യ. കുടിച്ച വയറ്റി കിടക്കണം. അല്ലാതെ എന്റെ നെഞ്ചത്തോട്ടല്ലേ കയറി വരേണ്ട. ഓക്കെ മാഡം. സാധാരണ ഈ അവസ്ഥയില് ഞാൻ പറയുന്നൊന്നും കേൾക്കാതെയാണല്ലോ. അപ്പൊ നിനക്കറിയാം ഞാനൊന്നും കേൾക്കൂലെന്ന്. നാണില്ലേ മനുഷ്യ നിങ്ങൾക്കൊന്ന് ചെറിയ ചക്കന്മാരെ കൂടെ പോരുന്ന് കള്ളു കുടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരാൻ. എനിക്കൊന്നും വയ്യ. ചെന്നൊന്ന് ഉറങ്ങിപ്പോ. ഭാമേ എന്തെങ്കിലും പറഞ്ഞ പാവം പോലെ മോന്ത കയറ്റി വെക്കണം. ശരി വാ. അല്ലേലും എന്റെ ഭാമ പാവല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അഞ്ചി എന്തിനാ നിങ്ങളൊക്കെ ഇന്ന് അങ്ങോട്ട് വിളിച്ചേ? അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഇയാളെക്കൊണ്ട് കിടക്ക. ഉറങ്ങിക്കോ മോളെ, ഉറങ്ങിക്കോ. 2 ആഴ്ച നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. ലൈറ്റ് അടക്കടാ പന്നി. മനുഷ്യൻ ഉറങ്ങണം. ഓ നന്നായിട്ട് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. സത്യം നേരം വെളുത്തു. മതി. അതെ, ഇനി ഇതുപോലെ വലുതൊക്കെ വലിച്ചു കയറ്റണമെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങിക്കോളും. ഇങ്ങോട്ട് വരരുത്. ഇടയ്ക്കൊക്കെ കാണേണ്ട പോലെ കണ്ടില്ലെങ്കിൽ ഇതുപോലെ അവസരം കിട്ടുമ്പോൾ ഞാൻ മുതലാക്കും. കൊണ്ട് പുറത്ത് വേട്ടം വീണം ലീലാമ്മ എഴുന്നേറ്റ് കാണുമോ? ഇല്ല, മണി 5 ആയിട്ടേ ഉള്ളൂ. അമ്മ ഉറങ്ങുമായിരിക്കും. നല്ല തലവേദന. നീ പോയിട്ടൊരു ചായ ഇട്ടുകൊണ്ട് വാ ബാമേ. എനിക്കൊന്നും വയ്യ. ഞാൻ കുളിച്ചിട്ട് താഴോട്ട് പോവുള്ളൂ. സത്യം പറഞ്ഞാൽ സത്യേട്ടൻ എനിക്ക് ചായ ഇട്ട് തരണം. അത് ശരി, ഇനിയിപ്പോൾ ചായ ഇട്ടിടാൻ വേണ്ടി ഞാൻ വേറെ കെട്ടേണ്ടി വരുമല്ലോ. അതെ, സത്യേട്ടൻ ഈയിടെയായിട്ട് വേറെ കെട്ടുന്നതിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതെനിക്ക് അങ്ങോട്ട് പിടിക്കണില്ല. നിനക്കൂടെ ഒരു സഹായമാവും. ഞാൻ ഒന്നിനും കൂടെ കൊണ്ടുവന്ന നിനക്കൊരു കൈ സഹായം ആവൂലേ അത്? സത്യേട്ടൻ അങ്ങനെ ഒരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന പിന്നെ ഈ ബാമ ഈ വീട്ടിലുണ്ടാവൂല. എൻ്റെ പൊന്നു മോളെ, കടും കൈയൊന്നും ചെയ്യരുത്. ഈ വയസ്സാം കാലത്ത് എനിക്ക് ജയിലിൽ പോയി കിടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെനിക്ക് എന്തായാലും അറിയാം. അതുകൊണ്ട് സത്യേട്ടനെ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞ. ശരിക്കും കൊല്ലുവോ? ആ കൊല്ലും. ബാമ അങ്ങനെ വേറെ വാക്ക് പറയാറില്ല. ഭാമേ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞത്. എനിക്കങ്ങനെ ആരുമില്ല. നിനക്കെന്നെ അറിഞ്ഞൂടെ? അറിയാം. അല്ല, നിനക്ക് ചായ വേണ്ടേ? നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഇട്ടോണ്ട് വരാം.
ഇവളോട് സൂക്ഷിച്ചും കൊണ്ട് നിന്നില്ലെങ്കിൽ ഈ പ്രായത്തിൽ തന്നെ മുകളിലോട്ട് പോവേണ്ടി വരും മോനെ. അല്ല പിന്നെ അയാളുടെ അത് കേട്ടല്. ആ മൂക്കറ്റം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. അങ്കി എഴുന്നേക്ക്, അമ്മായി വിളിക്കണേ. എന്തോ ചേച്ചി? ഏയ് ഇതുവരെ ഒന്നും പറ്റിയില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ പറ്റും. ഇന്നലെ മൂക്കറ്റം കുടിച്ചിട്ടുന്നത് ഞാൻ അമ്മായിനോട് പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കി തരും. ആര് കുടിച്ചു? നീ കണ്ടോ ഞാൻ കുടിച്ചത്? നീ ഇവിടെ കിടന്ന് പോത്ത് പോലെ ഉറങ്ങുമായിരുന്നില്ലേ? ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇന്നലെ. സിദ്ധു വല്ലച്ചും പറഞ്ഞതാണല്ലോ വൈകുന്നേരം ഇവര് കൂടുവന്നു. കൂടിയാൽ എന്തായാലും ഇവര് കുടിക്കൂലേ. ഇതാ ചായ. ചായയില് ഒന്നും കലക്കിയിട്ടില്ലല്ലോ അല്ലേ? വേണമെങ്കിൽ കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ കുടിച്ചോളാം. വേണ്ട, ഞാൻ കുടിച്ചോളാം. അല്ല സതേട്ടാ, ഇന്നലെ അങ്കി എന്തിനാ വിളിപ്പിച്ചെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാനത് മറന്നുപോയി. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് സച്ചുനെ വിളിക്കട്ടെ, ഒരു കാര്യമുണ്ട്. സച്ചുനെ? എന്താണാവോ? അങ്കി മൂത്തേക്ക് നോക്ക്. സത്തോട്ടിനെ കുടിച്ചില്ലേ? സിദ്ധു വല്ലച്ചൻ പറഞ്ഞല്ലോ നിങ്ങളെ വൈകുന്നേരം കൂടാൻ പോവാന്ന്. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരെയും കണ്ടൊന്നുമില്ല. നീ എന്താടാ മൂത്തേക്ക് നോക്കാത്തത്? മൂത്ത് നോക്കടാ. മൂത്തേക്ക് നോക്കി പോരെ. അല്ല, നിന്റെ ഡാഡി വിളിച്ചിരുന്നോ? ഡാഡി ഇന്ന് രാവിലെ എന്നെ വിളിക്കണ. അല്ല നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്ന? നിങ്ങള് ഡാഡിയും മോളും ഭയങ്കര സ്നേഹമല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഡാഡിയാണല്ലോ വിളിക്കണ. നോയിക്കോട്ട് കഥ പെട്ടെന്ന് എടുക്ക്, അല്ലെങ്കിൽ അത് കട്ടായി പോവും. ഹലോ ഡാഡി. സച്ചു ഗുഡ് മോർണിംഗ്. മോൾ എഴുന്നേറ്റോ? ഡാഡി ഒരു കാര്യം പറയാൻ വിളിച്ചത്. രാവിലെ എഴുന്നേറ്റപ്പോ ഡാഡിയുടെ നടു ഒന്ന് ഉളുക്കി. എപ്പോ? അയ്യോ ഡാഡി, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോയോ? ഇതിടയ്ക്കിടയ്ക്ക് വരുന്നതാ, ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. മോൾ ഒരാഴ്ചത്തേക്ക് കമ്പനി ഒന്ന് നോക്കണം. ഡാഡിക്ക് ചിലപ്പോ വരാൻ പറ്റിയില്ലെങ്കിലോ? അതൊന്നും സാരമില്ല, ഞങ്ങളെ കണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. ഡാഡി നന്നായിട്ട് റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുക്കാനോ? ആര്? ശരി മോളെ, ഡാഡി വെക്കുവാണേ. മനുഷ്യ ആർക്കടാ നടു വിളിക്കിയത്? എന്തോ കള്ളത്തരമുണ്ട്. അവളോട് തന്നെ നിങ്ങൾ കള്ളം പറഞ്ഞ? അതോ, നിന്റെ മരുമോന് ഞാൻ ഒരാഴ്ച സച്ചിന് ലീവ് കൊടുക്കണം. അവന് ഹണിമൂണ് പോവാൻ. അത് കൊളായി. അയ്യേ, എന്ത് വൃത്തിയുടെ സ്വഭാവം സത്യട്ടാ നിങ്ങൾക്ക്. സ്വന്തം മോളെയും മരുമന്റെ ഹണിമൂണ് കൊളാക്കിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ? ഇല്ല, കുറച്ച് തരുവോ? നിനക്കാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ കാര്യം പറഞ്ഞ് എന്നോട് അടി കൂടാൻ വരണ്ടാന്ന്. ഇല്ല, വരുന്നില്ല. വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും സത്യട്ടാ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവൻ പറഞ്ഞിട്ടിപ്പോ എന്താ തെറ്റ്? അവന്റെ കാര്യം വിട്. പ്രായം ഇത്ര ആയില്ലേ, നിങ്ങളുടെ കയ്യിലിപ്പോ അത് നല്ലതാണോ? ഓന്റെ പൊന്നു ഭാമി, നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറയട്ടെ. അടുത്ത ആഴ്ച സച്ചിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ രണ്ടാളെയും കൂടെ സർപ്രൈസ് ആയിട്ട് ഊട്ടിക്ക് പറഞ്ഞിടല്ലോ ഞാൻ കരുതിയുള്ളൂ. എന്നാ പിന്നെ സത്യേട്ടനത് അവനോട് പറഞ്ഞൂടെ? അടുത്ത ആഴ്ച അവളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ പൊക്കോന്ന്. എന്തിനാ ലീവ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് പറ്റിക്കണേ. അവന്റെ കാര്യം വരുമ്പോ ഈ അങ്ങോട്ടുള്ള ചായവില്ലേ, അത് വേണ്ട. ഈ കാണുന്ന പോലെ നിഷ്കളങ്കനൊന്നും അല്ല അവൻ. പിന്നെ അവനിങ്ങോട്ടൊരു വട്ടം കളിപ്പിക്കുമ്പോ എനിക്കൊരു മനസ്സുഖം. അതെ, വല്ലാണ്ടങ്ങ് സുഖിക്കാൻ നിൽക്കണ്ട. ഇപ്പോഴത്തെ പിള്ളേരെ എന്താ എപ്പോഴാ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റൂല. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. പിന്നെ അവൻ വല്ല സംഭവമല്ലേ, ഇപ്പൊ അവിടെ ഇരുന്ന് തുള്ളുന്നുണ്ടാവും. പാവം, ലീവല്ലേ, തരാം. എന്റെ പൊന്നു സച്ചു, അമ്മയാണ് സത്യം. അയാൾക്ക് ഒരു കുരുവില്ല. അയാളെ നടുവതിനൊക്കെ പ്ലാനിങ്ങാ. ഇന്നലെ ഞങ്ങളുടെ കൂടെ അയാൾ ഉണ്ടായിരുന്നു, സത്യമായിട്ടും. അതെ, ഇന്നലെ ഡാഡിക്കൊന്നും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാ നടു ഉളുക്കിയെന്ന് ഡാഡി പറഞ്ഞത്. ഓ, ഈ പൊട്ടിയെ ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അയാളുടെ അടവാ അത്. പിന്നെ നടു ഉളുക്കിന്ന് പറഞ്ഞിട്ടുള്ള അടവ് കാണിച്ച് ഡാഡിക്ക് എന്ത് കിട്ടാൻ? ഒന്ന് കൂടെ വായി തോന്നുന്നു വിളിച്ച് പറയാതെ. നിജമ്മയുടെ നായർ ദുഷ്ടൻ. അയാൾ വീണ്ടും എന്നെ പറ്റിച്ചു. കുടിച്ച വെള്ളത്തിൽ ആളെ നമ്പാൻ പറ്റൂല. ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നോ? ഇതോണ്ട ഞാൻ കുളിക്കാൻ പോണു. പോയിട്ട് വാ. അങ്കി നിന്നോടാ പറഞ്ഞ നീ കുളിക്കാൻ പോണു. ഇത് ഇൻഫോർമേഷൻ ആണോ ഇൻവിറ്റേഷൻ ആണോ? ഓഫ് കോഴ്സ് ഇൻവിറ്റേഷൻ. ഈസ് ഇറ്റ് ട്രൂ? എന്നാ ദാ വരുന്നു, ഒരു മിനിറ്റ്.
വാ മോളെ. என்ன சீண்டி பார்க்காத துவரத்தளிரே என் குடிசை குயிலே தீண்டாம மாண்டு போச்சு தாண்டி ஓடாது நீ பார்க்கும் பார்வைக்காக சாயங்காலம் சாயல நீ போகும் பாதையோட மேயும் கண்ணு ஓயல உன்னென் പോണെന്ന് പറഞ്ഞ് അവസാനം പിള്ളേരങ്ങ് പോയി. അതെ, അവക്ക് അവിടെ കോളേജ് തുടങ്ങിയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കുറച്ചു ദിവസം കൂടെ നിന്നേനെ. ആ, പോയി പഠിക്കട്ടെ. കുറച്ചു ദിവസം വിശ്വേട്ടനൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തിനും ഏതിനും അച്ഛാന്ന് വിളിച്ച് അവള് നടക്കണല്ലേ പറകെ. അത് ചെറിയമ്മ പറഞ്ഞ സത്യ. അവൾ അച്ചാന്ന് വിളിച്ച് നടക്കുന്നതിനേക്കാൾ കൂടുതൽ അച്ചാന്ന് വിളിച്ച് ചെറിയച്ഛന്റെ പിറകെ നടക്കണ ഞാൻ കണ്ടിട്ടില്ല. അത് ഞങ്ങൾ ഇവിടെയും പറയാറുണ്ട്, അവളൊരു അച്ഛൻ കുട്ടിയാന്ന്. ആ പിന്നെ അവനും എത്രയാന്ന് പറഞ്ഞ് ഇവിടെ ഓൺലൈനായിട്ടിരുന്ന് വർക്ക് ചെയ്യണേ. രണ്ടാളും അവിടെ പോയിട്ട് അവരുടെ ജീവിതം നോക്കട്ടെ. അല്ല, അമ്മാവൻ്റെ നടുവുളുക്കലൊക്കെ മാറിയോ? ആ അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥിക്കാം വേഗം ഒന്ന് കുറഞ്ഞു കിട്ടാൻ. ഏയ്, നീ വെറുതെ അവന് വേണ്ടി പ്രാർത്ഥിക്കാതെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ അത് സിദ്ധുവിടെ പറഞ്ഞാൽ ശരിയാ. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നീയൊക്കെ എന്ത് പ്രാർത്ഥനയുടെ കാര്യമാടാ പറയണ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊന്നുമില്ല, അവന്മാർക്ക് വട്ട. സച്ചു, അടുത്തൊരാഴ്ച നീ കമ്പനിയിലേക്ക് വരണ്ട. നീ ഊട്ടിയിലൊന്ന് പോകണം, നമ്മുടെ പഴയ വീടില്ലേ അവിടെ. ഊട്ടിയിലോ? അതെന്താ ഡാഡി അങ്ങോട്ട്? അവിടെ എന്തെങ്കിലും വർക്കുണ്ടോ? വർക്കൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ അല്ലേ. അവന് ലീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം ഊട്ടിയിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ വാ, എൻജോയ് ചെയ്തിട്ട് വാ. പിന്നെ വെറും നാടകം. ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും ഇയാൾക്ക്. ബാമേ, പിള്ളേർ പോകുമ്പോൾ ആ വീടിൻ്റെ താക്കോല് കൊടുക്കാൻ മറക്കണ്ട. ആ സത്യേട്ടാ, ഞാൻ കൊടുത്തോളാം. ഓ, അപ്പം ശരിക്കും പോവാൻ തന്നെയാണല്ലേ? വെറുതെ തെറ്റിദ്ധരിച്ചു. ഡാഡി ആരോ വിളിച്ച് പറഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വല്ല പണിയൊന്നുമില്ല ഇവിടെ. ആയ കാലത്ത് നിന്റെ ഡാഡി നന്നായിട്ട് പാടുപെട്ട് കുറേ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ടല്ലോ മോളെ. എന്റെ ഡാഡി ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ ജീവിച്ച പാവ എന്റെ ഡാഡി. ശരിയാ, പഞ്ച പാവ. ഇതാണോ നിന്റെ റൂം? നോ, ഇത് ഡാഡിയുടെ മമ്മിയുടെ റൂമാ. അപ്പോൾ ഈ ബെഡ് നിന്റെ ഡാഡിയുടേതായിരിക്കും അല്ലേ? ഇവനെ കൊണ്ട്. സച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്കൊരു കുഞ്ഞിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ഒരഭിപ്രായവും ഇല്ല. ആദ്യം നീ വലുതാവ്, എന്നിട്ട് മതി നമുക്കൊരു കുഞ്ഞൊക്കെ. ഒന്ന് പടി. ഫസ്റ്റ് നൈറ്റിൽ തന്നെ നീ പറഞ്ഞല്ലോ ഞാൻ ചെറുതല്ലാന്ന്. പിന്നെന്താ, നമുക്കൊരു കുഞ്ഞു വേണം. അത് ശരി, നീ അതും കരുതിക്കൊണ്ടിരുന്നോ? അതുപോലെ ഒന്നും ഇത്ര സിമ്പിളൊന്നും അല്ല ഒരു കുഞ്ഞു ലൈഫിലേക്ക് വരുന്നത്. അതൊക്കെ വലിയ പാടാങ്കി. എന്ത് പാട്? നമ്മുടെ കുഞ്ഞല്ലേ. നമ്മൾ രണ്ടാളും നമ്മുടെ കുഞ്ഞിനെ നോക്കും. ഇല്ല, ഞാൻ നോക്കൂല. സച്ചു, മിനിമം ഒരു 2 years നമ്മളെ മനസ്സിലാക്കണ്ടേ? അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്നാ പോരെ? നമുക്കിനി പരസ്പരം എന്ത് മനസ്സിലാക്കാൻ? നമ്മൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാക്കിയില്ലേ? എന്ത് സെക്സ് മാത്രമാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട കാര്യം? ഒരുപാട് കാര്യങ്ങൾ വേറെ ഇല്ലേ? സച്ചു, നിനക്ക് നിന്റെ ഡാഡി ഒരുപാട് ഇഷ്ടമല്ലേ? അതുപോലെ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് എന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കൂലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ആ കുഞ്ഞ് വരണം. ആ കുഞ്ഞിനെ നിന്നെ ഇഷ്ടാവൂലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. നിനക്കെന്നെ ഇഷ്ടമല്ലേ? അപ്പം എൻ്റെ കുഞ്ഞിനും എന്നെ ഇഷ്ടമായിരിക്കും, ഉറപ്പാ. നീ ഇതൊക്കെ എത്ര സിമ്പിളായിട്ടാ പറയുന്ന? ഇതിന്റെ പേരിൽ ഒരുപാട് പണിയുണ്ടടാ. അങ്കി പറയുന്ന കേക്ക്. നീ പറഞ്ഞു, ഞാൻ കേൾക്കാം. എന്തുപറ്റി? ഞാൻ നോക്കോളാം, പ്ലീസ്. നമുക്കൊരു കുഞ്ഞ് വേണം. ഇത് വലിയ ശല്യമായല്ലോ. ഇഷ്ടം കൊണ്ടല്ലേ? നിന്നോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ? നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അങ്ങനെ ആയിക്കോ. അത് കേട്ടാ മതി. വിശ്വട കുഞ്ഞെണീറ്റ് കിടക്ക, ഒന്ന് നോയിക്കൊള്ളണേ. ഞാനൊന്ന് സച്ചുവിൻ്റെ അടുത്ത് പോട്ടെ, അവിടെ എന്തായാലും നോക്കാൻ.
എന്റെ പൊന്നലില്ലേ, അവിടെ എന്താ വല്ല സെമി ഫൈനൽ നടക്കുവാണോ? മണിക്കുട്ടിയും ബാമ മോളൊക്കെ അവിടെ ഇല്ലേ? പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോണേ? അതൊന്നും വിശ്വാട്ടിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സമയത്ത് നല്ലപോലെ ചൂടുവെള്ളം കൊള്ളിച്ചില്ലെങ്കിൽ പിന്നെ അത് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ തന്നെ വേണം അവിടെ. ഓ ആയിക്കോട്ടെ, എന്നാ ഡോക്ടറമ്മ അങ്ങോട്ട് ചെല്ല്, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാമ ഇങ്ങോട്ട് പറഞ്ഞു വിടാം കുഞ്ഞിനെ കുളിപ്പിക്കാൻ. അതുവരെ വിശ്വാട്ടിന് അവനൊന്ന് കരയാതെ നോക്കിയാൽ മതി. ഭാമേച്ചി സച്ചൂട്ടിനെ വിളിച്ചോ? കുഴമ്പ് എണ്ണയൊക്കെ തേക്കുമ്പോഴത്തേക്കും ഈ വെള്ളം അങ്ങ് ചൂടായിക്കോളും. വിളിക്കവളെ. സച്ചു വാ. ഇവളെ ഞാൻ നേരത്തെ വിളിച്ചതാണല്ലോ. ആ ദാ വരുന്നു. അത് ശരി, സൂര്യനെ കൊതിച്ച് ഉച്ചയാവാറെ, എന്നിട്ടും ഇവളിതുവരെ കുളിച്ചു തീർന്നില്ലേ? എന്റെ പൊന്നച്ചമ്മ, ആ സൂര്യനോടൊന്ന് പറ താമസിച്ചു വരാൻ. മനുഷ്യനൊന്ന് ഉറങ്ങി എഴുന്നേക്കണ്ടേ? ഇരിക്കടി അടങ്ങി അവിടെ. ഈ കുഴമ്പൊക്കെ തേച്ച് നേരത്തെ ഇരിക്കേണ്ടതായിരുന്നു. അതങ്ങനെ കുഞ്ഞെഴുന്നേച്ചാലും നീ എഴുന്നേക്കൂലല്ലോ. ഈ മടിയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അച്ഛന്മാടി തന്നെ എനിക്ക് മടിയൊക്കെ കാണിക്കാൻ പറ്റൂ. ആ എണ്ണ വെച്ചപ്പം എന്താ സുഖം. ശരിക്കും പറഞ്ഞാൽ നീ ആയതുകൊണ്ടാ അമ്മ ഇത്രയും സോഫ്റ്റ് ആയിട്ട്. ഞാനൊക്കെ കല്ലുവിനെ പറ്റി കിടന്നപ്പം കാണുമായിരുന്നു. നീ കൂടുതലൊന്നും പറയണ്ട. ഞാനന്ന് അങ്ങനെ നോക്കിയതുകൊണ്ടാ ഇന്ന് നീയൊക്കെ എണീറ്റ് നടക്കണ. അല്ലെങ്കിൽ കാല് വേന കൈ വേനെന്നും പറഞ്ഞ് ഓരോടത്ത് കുത്തിക്കൊണ്ടിരുന്നേനെ. കുഞ്ഞെടുത്ത് കരയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. അതിനെ കുളിപ്പിച്ചിട്ട് വരാം. അപ്പത്തേക്കും നീ കുളിച്ച് കയറിക്കോണം. ലീലാമ്മ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ചെല്ല് മോൻ്റെ അടുത്ത്. എടാ ചവിട്ടാതട നിക്ക്, ഞാനിത് നൂരിക്കോട്ടെ. നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം പറയലുണ്ടോ എന്നെ കാണുമ്പോൾ 4 ചവിട്ട് എക്സ്ട്രാ തരാൻ? അടങ്ങിയിരിക്കടാ. സത്യേട്ടനുണ്ടായിരുന്നു അവിടെ. ഋഷിക്കുട്ട, എന്നെ ചവിട്ടിയത് മതി. നിനക്ക് ചവിട്ടി കളിക്കാൻ ഇതാ ഒരാളെത്തിയിട്ടുണ്ട്. ഈ വീട്ടില് ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടം തന്നെയാ. അതുകൊണ്ട് അവൻ എന്തായാലും എന്നെ ചവിട്ടില്ല. അല്ലേടാ മുത്തേ? അല്ല, സത്യേട്ടൻ എപ്പോഴാ എഴുന്നേറ്റേ? ഡാ, ഈ അലാറം കിടന്ന് നിലവിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇങ്ങ് വന്നു. നോക്കിയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഞാനൊന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ചവിട്ടോട് ചവിട്ട്. അത് ചിലപ്പോ അവന് വിശന്നിട്ടായിരിക്കും. സത്യേട്ടൻ ഇങ്ങത്താ. അതിന് നീ എന്ത് ചെയ്യാൻ പോവാ? പോ മനുഷ്യ. അതല്ല, ഇയാളെ കൊണ്ട്. എന്താ ചിരി. ഞാനൊന്നും പറയുന്നില്ല. അവൻ ഇങ്ങോട്ട് കുളിപ്പിക്കട്ടെ. അപ്പോഴേക്കും സച്ചു കുളി കഴിഞ്ഞ് ഒന്ന് പാലും എടുത്തോളും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കുളിക്കാൻ പോവാം. ഇന്ന് ഞാനും കൂടാം നിന്റെ കുളിസീൻ കാണാൻ. എന്നാ ഇവിടെ കുഞ്ചിക്കൊണ്ടിക്കാണ്ട് രണ്ടും അങ്ങോട്ട് വാ. ലീലാമ്മ വരുന്നതിന് മുന്നേ കുളിപ്പിച്ചെടുക്കട്ടെ. അമ്മയോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവാണെങ്കിൽ നേരത്തെ ഇറങ്ങി നിൽക്കണമെന്ന്. ഇപ്പം ഞാൻ ആകെ ലേറ്റായി. എനിക്ക് പൊന്നെങ്കിൽ അച്ഛൻ വീട്ടിലില്ലാത്തോന്നല്ലേ. നീ എന്നെ പോകുന്ന വഴിക്ക് അവിടെ അങ്ങ് ഇറക്കി വിട്ടാൽ മതി. ഞാൻ കയറി പോക്കോളാം. പിന്നെ വഴിയിൽ ഇറക്കി വിടാനൊന്നും ശരിയാവില്ല. അതുവരെ വന്നിട്ട് കുഞ്ഞിനെ കയറി കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി, ഞാനും വരാം. വരുന്നൊക്കെ കൊള്ളാം. കുഞ്ഞിനെ കണ്ട് മര്യാദയ്ക്ക് പൊക്കോളണം. ഇല്ലെങ്കിൽ അമ്മയുടെ വായിരിക്കണം നീ കേൾക്കും. ഈയിടെയായിട്ട് അച്ഛൻ കുറച്ച് ഓവറാ. ഋഷിക്കുട്ട, നമുക്ക് കുളിക്കാം. ദേ, ഋഷിക്കുട്ടിന് കുളിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഋഷിക്കുട്ട, നിന്റെ മുത്തച്ഛൻ നിനക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിന്ന് ഡ്രസ്സൊക്കെ ഊരി എണ്ണ തേക്കാം. ചവിട്ടല്ലേടാ. എന്നാലും എൻ്റെ ഭാമേ, മുത്തശ്ശൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങ് വല്ലാണ്ട് പ്രായമായ പോലെ തോന്നുന്നില്ലേ? തോന്നലല്ല സത്യേട്ടാ, ആയി. ഇവൻ ഇനി വലുതാകുമ്പോ നമ്മളെ മുത്തശ്ശന്നൊക്കെ വിളിക്കൂ. ഇവന് കുറച്ചുകൂടെ ലേറ്റായിട്ട് വരായിരുന്നു. ഇത്ര പെട്ടെന്ന് നമുക്ക് ഏജ് ആവണ്ടായിരുന്നു. സത്യേട്ടന് എപ്പോഴും ഏജ് ആയെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? എന്ത് നോക്കിയിരിക്കാം, വേഗം ഇറങ്ങിക്കോ. കുഞ്ഞിനെ കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. ആരും വിളിക്കോ? അല്ലെങ്കിൽ നിനക്കൊന്ന് പോണ്ടേ? ലീവാണോ? ഇല്ല, അവനെന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. ആകാശൻ ട്രഷറി വരെ ഒന്ന് പോയി. അപ്പൊ പിന്നെ എന്നെ ഇങ്ങോട്ടാക്കാൻ ആരുമില്ല. അതുകൊണ്ട് കൊണ്ടാക്കാൻ വേണ്ടി വന്നതാ അവൻ. ആണോ? നിന്റെ അമ്മയും നാത്തൂമാരൊക്കെ അകത്തുണ്ട്. സത്യയും മാമയും കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോയി. അമ്മ സച്ചൂട്ടിന്റെ കൂടെ അകത്തുണ്ട്. നീ അകത്തേക്ക് പൊക്കോ. സച്ചു, വേഗം ഡ്രസ്സ് മാറിട്ട് വാ. കുഞ്ഞിന് പാൽ കൊടുക്കണം. അച്ഛമ്മ. ഇവളിപ്പോ കുളിച്ചതേ ഉള്ളൂ. അമ്മമ്മ ഈ പരിസരത്തില്ലല്ലോ അല്ലേ?
പേടിക്കണ്ട, ഞാനാ. അല്ല, ഇതെന്താ ഈ സമയത്ത്? സാധാരണ ഇപ്പൊ വരലില്ലല്ലോ. അമ്മയെ കൊണ്ടുവന്നതാ. നീ ഇപ്പോഴാണോ കുളിച്ചത്? ഞാൻ ഈ സമയത്ത് കുളിക്കാറ്. സുന്ദരിയായിട്ടുണ്ട്. ആണോ? ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. മുഖത്തേക്ക് നോക്കടാ. നിനക്ക് എന്നേക്കാ വലിയ നാണാണല്ലോ. സച്ചു, ആരെങ്കിലും വന്നാ പറയണം. എന്ത്? എന്തെങ്കിലും. അങ്കി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ഇതിനകത്ത് കേറരുതെന്ന്. അമ്മമ്മ, ഞാനല്ല, സച്ചു എന്നെ. അല്ലെങ്കിലും അങ്കിനോട് പറഞ്ഞാ കേൾക്കൂലോ. കുഞ്ഞു പിള്ളേരെ പോലെ വാശിയ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞിനെ കണ്ടിട്ട് പോ, ഇതൊന്നും നമുക്ക് പാടില്ലാന്ന്. ആരോട് പറയാൻ ഒന്നും കേൾക്കൂല. ഇവനെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് പാടാ. സച്ചു, മോളെ നീ ഇപ്പൊ ഡ്രസ്സ് മാറ്. അവനിപ്പോ കുളിച്ചിട്ട് വരും. പോ. എന്താ അങ്കി ഇത്? കുഞ്ഞു പിള്ളേരെ പോലെ അച്ഛമ്മ പറയുന്നേക്ക്. പോ. കള, ഇങ്ങോട്ട് പാടാം. കുറെ നേരിട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ വരാം. ഋഷികുട്ട, വെള്ളം കാണുമ്പോഴുള്ള ചവിട്ടിക്കളി ഇതുവരെ തീർന്നില്ല. വയസ്സ് ഒന്നാവാൻ പോവുക. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്ന. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകും അല്ലേടാ? സത്യേട്ടൻ രാവിലെ കൂടി പറഞ്ഞതേ ഉള്ളൂ, നാളെ കഴിഞ്ഞാൽ ഇവൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരിക്കും നമ്മളെയൊക്കെ കാണാണ്ടിരിക്കുമെന്ന്. എടക്കല്ല, അങ്ങ് പോകുമ്പോൾ നമ്മളെയൊക്കെ മറക്കോ? ഡെയിലി സത്യേട്ടൻ്റെ കൂടെ കളിച്ചിട്ടല്ലേ ഉറങ്ങുക. അവിടെ പോകുമ്പോ എന്താവോ എന്തോ. സച്ചൂട്ടി അതാ പറയുന്ന. സത്യേട്ടന്റെ കയ്യിലാണ്ടിരിക്കണമെങ്കിൽ അങ്കി വിളിച്ചാൽ പോലും പോവില്ല. അവൻ അവിടെ പോയിട്ട് സത്യേട്ടനെ കാണാതിരിക്കുവോ ആവോ. അച്ഛനോട് പറഞ്ഞ് നീ ഇവിടെ തന്നെ നിക്കടാ. സച്ചുവിന് സ്റ്റിച്ചിന്റെ എണ്ണം കൂടുതലായതുകൊണ്ടാ ഇത്രയും നാൾ ഇവിടെ നിന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ആര് വന്ന് കൊണ്ടുപോയേനെ രണ്ടിനെയും. അത് ലീലാമ്മ പറഞ്ഞ ശരിയാ. അവൾ 1.5 വാടം ഇവിടെ വന്ന് കുഞ്ഞിനെ നോക്കിയിട്ട് പോവല്ലേ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാ. നീ വന്നോ? അല്ല, കുഞ്ഞെവിടെ? അവൻ വന്നില്ലേ നിന്റെ കൂടെ? ഞാൻ അവനെ സച്ചുവിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങ് പോന്നു. അവൻ കാണാതെ. അവൻ തെറ്റി. അവൻ കുറച്ച് കഴിയുമ്പോൾ കരയില്ലേ? ഇവിടെ ആകുമ്പോ നമ്മുടെ കൂടെ കളിച്ചങ്ങ് ഉറങ്ങിപ്പോവും. നാളെ കുട്ടേട്ടനും അങ്കി ആരും ഒക്കെ വരും അവരെ കൊണ്ടുപോവാൻ. ഇപ്പോഴേ ഒരു ഡിസ്റ്റൻസ് ഇട്ടില്ലെങ്കിൽ നാളെ അവളെ കിടന്ന് കരഞ്ഞ് ബഹളം വയ്ക്കും. അപ്പോൾ കുറച്ചുകൂടെ പാടായിരിക്കും. അതുകൊണ്ടാ. ബാമേ, ഞാൻ വേണമെങ്കിൽ അങ്കിനോട് സംസാരിക്കാം. ഒരാഴ്ച കൂടെ അവരിവിടെ നിൽക്കട്ടെ. 2 മാസം കൂടെ കഴിഞ്ഞ് അവന്റെ ബർത്ത്ഡേയാ. ഇത്രയും ദിവസം അവളോട് നിന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ആ കാര്യത്തിൽ അങ്കിക്ക് ഇപ്പോഴേ ദേഷ്യമുണ്ട്. അവൻ കിടന്ന് കരയുന്ന കേട്ടില്ലേ? നീ പോവാമേ, കുഞ്ഞിനെ എടുത്തിട്ട് വാ. സത്യേട്ടാ, നാളെ അവൻ പോവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ. സച്ചു, കുഞ്ഞിന് എന്തിനായിട്ട് കരയിപ്പിക്കണേ? ഞാൻ കരയിപ്പിച്ചല്ല അച്ഛമ്മ, ഉറങ്ങാൻ കടത്തേനാ അവൻ ഈ കിടന്ന് കീറി വിളിക്കണ. ആൺകുട്ടികൾ ഇങ്ങോട്ട് കരയിപ്പിക്കാൻ പാടില്ല. നീ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് ഞാൻ സത്യെടുത്ത് കൊണ്ടാക്കാം. വാ മോനെ. നോക്കു ബാമേ, നീ കൊണ്ടുവന്നില്ലെങ്കിലും അവൻ ഇങ്ങ് വന്നു. അത് ശരി, നമ്മളൊക്കെ ഇവിടെ നിന്നിട്ട് നേരെ സത്യേട്ടൻ്റെ അടുത്താണല്ലോ ഓടുന്നത്. സച്ചു, നാളെ നിനക്ക് ഇതൊരു പണിയാവും. എന്ത് പണി? അവൻ ഒരുപാട് കരഞ്ഞ ഞാൻ ഡാഡിയെ ഹെൽപ്പിച്ചിട്ട് പോവും. നാളെ അച്ഛൻ വരുമ്പോ മാമ പൊക്കോട്ടെ. ഋഷിക്കുട്ടൻ ഡാഡിയുടെ അടുത്ത് നിൽക്കുവോ? പോണ്ട കേട്ടോ. ഇവന്റെ മട്ടും ഭാവം കണ്ടിട്ട് നാളെ അങ്കി വിളിക്കുമ്പോ ഇവൻ പോണ ലക്ഷണമൊന്നുമില്ല. ഇത് മതി ആ ചെക്കൻ ഇളവാൻ. അല്ലെങ്കിൽ തന്നെ 2 അങ്ങോട്ട് പോയില്ല എന്നുള്ള പരാതി അവന്. അവിടെ പോയി കുറച്ച് കഴിയുമ്പോ അവൻ അവിടുത്തെ ആളായിട്ട് മാറിക്കോളും. സത്യേട്ടൻ ഇല്ലാത്തപ്പോ അങ്കി വന്ന് അങ്കിയുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങൂല. സത്യേട്ടനെ കാണുമ്പോഴേ ഇവന് ഈ പ്രശ്നമുള്ളൂ. ഏതായാലും നാളെ പോവല്ലേ. ഇവൻ പൊക്കഴിഞ്ഞാൽ പിന്നെ വീട് വീണ്ടും ഉറങ്ങിയ പോലെ ആയിപ്പോ. പോവാണ്ടിരിക്കാനും പറ്റൂലല്ലോ. ശരി, എന്നാ ഞാൻ കിടക്കാൻ പോവാ. മമ്മി, എന്നാ ഞാനും പോയി കിടക്കട്ടെ.
ഇവൻ എന്തെങ്കിലും കരയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എടുത്തോട്ട് പൊക്കോളാം. ആ സച്ചു, നീ പൊക്കോ. അവൻ കരയാണെങ്കിൽ അമ്മ കൊണ്ടുവന്നോളാം. നാളെ ഞാൻ വിളിക്കാൻ വരുമ്പോ ഈ ചെറുക്കം പണിയാവോ? നീ വിളിക്കുന്ന പോലെ ഇരിക്കും. അവനെ കണ്ടിട്ട് ഡാഡിയെ കണ്ട അവൻ എന്തായാലും നിന്റെ കൂടെ വരൂല. എന്റെ പൊന്നു സച്ചു, നീ അതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവന്റെ ശരിക്കുള്ള ഡാഡി ഞാനാണ്, അത് നിന്റെ ഡാഡിയാണെന്ന്. അവന് ഞാൻ വന്നാൽ പോലും ഒരു മൈൻഡില്ല ഇപ്പോ. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും എന്റെ ഡാഡിയെ മതി. ഇപ്പൊ നിന്റെ കുഞ്ഞിനും എന്റെ ഡാഡി മതി. നാളെ നീ ഇങ്ങോട്ടല്ലേ വരണ, ശരിയാക്കി തരാം. ഇപ്പോ ഗുഡ് നൈറ്റ്. ആഹാ, കളിച്ച് ആൾ ഉറങ്ങിയല്ലോ. ഇന്നാള് നേരത്തെ ഉറങ്ങി. ഞാനെടുത്ത് തൊട്ടിലിടട്ടെ? കുറച്ചേരം കിടക്കട്ടെ. ഋഷിക്കുട്ടൻ അച്ഛനോടെ പോവാണോ? അവന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് കരഞ്ഞ് വാശി പിടിക്കാനുള്ള പുറപ്പാടാന്ന് തോന്നുന്നു. എത്രയൊക്കെ കരഞ്ഞാലും ഞങ്ങൾ നിന്നെ കൊണ്ടുപോകും. നിനക്ക് നിന്റെ അച്ഛന്റെ വീടൊന്നും കാണണ്ടേ മോനെ? അവൻ വരും, നല്ല കുട്ടിയാ അല്ലേ മോനെ? അവൻ വലിയ ഒച്ച എടുത്ത് കരയുന്നതിന് മുന്നേ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. സച്ചു ഇതുവരെ റെഡി ആയില്ലേ? ആ അച്ഛ, ഞാൻ റെഡിയായി. ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കായിരുന്നു. സച്ചു, ലഗേജ് ഇങ്ങതാ, ഞാൻ കാറി കൊണ്ട് വെച്ചിട്ട് വരാം. ആ, നീ ഇത് കാറി കൊണ്ട് വെക്ക്. ഞാൻ അവന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ. അവന് മനസ്സിലായി തോന്നുന്നു നമ്മള് പോവാന്ന്. അതുകൊണ്ട് ഡാഡിയുടെ നെഞ്ചി കയറി കിടക്കുന്ന ഡ്രസ്സ് ഇങ്ങതാ, ഞാൻ ഇട്ട് കൊടുക്കാം. സച്ചു, ഡാഡി ഡ്രസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീ മോനെ എടുത്തോണ്ട് കാറിൽ പോയിരുന്നോ? വെറുതെ നമ്മളെ കാണുമ്പോ വീണ്ടും അവന് സങ്കടാവും. ആ മമ്മി. അല്ല ബാമേച്ചി, ഇവന്റെ മെഡിസിനും പാൽക്കുപ്പിയൊക്കെ എടുത്തായിരുന്നോ? അത് ബാമേച്ചിയുടെ റൂമിലായിരുന്നില്ലേ? അതൊക്കെ എടുത്ത് വാനത്ത് വെച്ചോ നീ? എവിടെ? ഞാനത് പോയി നോക്കട്ടെ. ഇവളെല്ലാം മറക്കും. നിക്ക് മോനെ, ഇതൊന്ന് ഇരട്ടെ. ഡാഡി ഇങ്ങതാ, ഞാൻ ഇട്ട് കൊടുക്കാം. ഡാഡി ആ ഫോൺ എടുത്തൊന്ന് പാട്ട് വെക്ക്. ആ, ഇവന് സ്ഥിരം വെക്കാറുള്ള പാട്ടുണ്ടല്ലോ, അത് വെക്കാം. ചിലപ്പോൾ അടങ്ങുമായിരിക്കും. അല്ല, ഫോണ് റൂമിലാണോ? മണിക്കുട്ടി പറഞ്ഞ ശരിയാ. ഇവിടെ പിന്നെ എന്താ എടുത്ത് വെച്ചത്? മെഡിസിൻ ബോട്ടിലും പാൽക്കുപ്പിയൊക്കെ താ ഇരിക്കുന്നുണ്ട്. ഇതാരാ ഈ സമയത്ത്? ഹലോ സത്യേട്ടാ, ഇത് ഞാനാ. ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ? സത്യേട്ടനല്ല, സത്യേട്ടന്റെ വൈഫാ. ആരാ ഇത്? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, എന്റെ സൗണ്ട് എടുത്തും ഫോൺ വെച്ചല്ല. ആരാ ഇത്? ഭാമേ, നീ മെഡിസിനൊക്കെ എടുത്തോ? എന്നാലും ആരായിരിക്കും? സത്യേട്ടാ, ഈ നമ്പറിൽ നിന്ന് കോൾ വന്നിരുന്നു. ഈ നമ്പരം ഇത് റോങ് നമ്പറാന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അല്ല, നീ താഴേക്ക് വരുന്നില്ലേ? റോങ് നമ്പർ അല്ലാന്നാ തോന്നുന്നത്. സത്യേട്ടനൊന്ന് തിരിച്ചു വിളിച്ചേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചോളാം. നീ ഇപ്പോൾ താഴേക്ക് വാ, അവരിറങ്ങാറായി. ഭാമ ഇനി എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ? അതെ, ഇനി ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ആ ശരി, ഞാൻ ക്യാഷ് അയച്ചോളാം. ശരി എന്നാ. അച്ഛാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ ഇവന്റെ സ്വഭാവം മാറും. അതെ, നീ ചെന്ന് കാറിലിരുന്നോ. ഇവൻ കരയാൻ തുടങ്ങിയ പിന്നെ ഇന്നത്തെ കാര്യം പോക്ക. എന്നാ മുത്തശ്ശ, ഞാൻ ഇറങ്ങട്ടെ. ആ എങ്കിൽ ഇറങ്ങിക്കോ. അതെ, രണ്ടാൾക്ക് ലീവ് കിട്ടുമ്പോ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരണം, കേട്ടല്ലോ? സച്ചു, മോന്റെ സീറ്റിന് ബെൽറ്റൊക്കെ കറക്റ്റ് ഇട്ടില്ലേ? അവൻ സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത്? ആ മായി, അവന് കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. എങ്കിൽ നമുക്ക് പോവാം. എന്നാ വലിയമാവ, ചെറിയമാവ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഡാഡ സമയം കിട്ടുമ്പോൾ അവിടെ വന്ന് കണ്ടോളാം, കരയണ്ട കേട്ടോ. അങ്കി വണ്ടി സ്ലോ ആയിട്ട് ഓട്ടിക്കണം, കുഞ്ഞുള്ളതാ. അതെ, അങ്കി വണ്ടി പതുക്കെ ഓട്ടിക്കണേ. ആകാശേട്ടാ, എന്നാ ശരി. ശരി എന്നാ. കുഞ്ഞിന്റെ മുഖം കണ്ടാലറിയാം അവന് സങ്കടമുണ്ട് ഇവിടുന്ന് പോകുന്നതിന്. അത് പിന്നെ ഈ കഴിഞ്ഞ 11 മാസം അവൻ ഇവിടെ അല്ല നിന്നത്. അവിടെ പോകുമ്പോ അതൊക്കെ അങ്ങ് മാറും.
സത്യേട്ടൻ എന്താലോചിക്കുന്ന വരുന്നില്ലേ? ആ ആ വരുന്നു. എടാ ഒന്ന് അടങ്ങടാ. ഇവൻ ഇതിപ്പോ വന്ന കയറിയ തൊട്ട് ഇവൻ നല്ല കരച്ചിലാണല്ലോ. നമ്മൾ ആരും എടുത്തിട്ട് വരുന്നുമില്ല. മോളെ സച്ചു, നീ കുറച്ചു നേരം കൊണ്ട് പാൽ കൊടുക്കുക. അപ്പൊ കുറച്ചു നേരത്തെ കരച്ചിൽ നിർത്തുമല്ലോ. ദയമായി വന്ന നേരത്തോട് നിങ്ങൾ ഇത് തന്നെ പറയുന്ന കൊടുത്ത് എനിക്ക് വയ്യ. ഞാൻ എന്താ വല്ല മിൽമ കമ്പനിയാണോ? അവൻ കരയട്ടെ. ഞാൻ അവനെ ഉറക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോക്ക് കണ്ടാലറിയാം ഉറങ്ങിയത് തന്നെ. ബാമേ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ സത്യേട്ടാ? സത്യേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ആ റോങ് നമ്പർ എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും എൻ്റെ കമ്പനിയിൽ നിന്ന് വന്ന കോളായിരുന്നു. ഓ, അപ്പോൾ കമ്പനിയിൽ നിന്നുള്ള കോളായിരുന്നു അല്ലേ? അല്ല, എന്തിനാ ആ സമയത്ത് വിളിച്ചത്? അത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനറുടെ വൈഫാ. പുള്ളീനെ വിളിക്കാൻ നോക്കിയപ്പോൾ നമ്പർ മാറി എന്നെ വിളിച്ചതാ. അതാ പിന്നെ നീ എടുത്തപ്പോൾ പുള്ളിക്കാരി ഒന്നും മിണ്ടാത്ത. സത്യേട്ടൻ്റെ കമ്പനിയിലെ ഡിസൈനറുടെ പേരും സത്യ എന്നായിരിക്കും. ആ കുട്ടിയും സത്യേട്ടെന്നാണ് വിളിച്ചത്. ഞാൻ കിടക്കട്ടെ, എനിക്ക് വല്ലാത്തൊരു തലവേദന. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. അച്ഛൻ്റെ പൊന്നല്ലേ, കരച്ചിലൊന്നും നിർത്ത്. എനിക്ക് ഡാഡിയെ വിളിക്കേണ്ടി വരുമോ? ഇവൻ ഉറങ്ങുന്നില്ലല്ലോ. ധരിച്ചിക്കോട്ട, ഞാൻ നിന്നോടൊക്കെ എന്താടാ ചെയ്ത? 11 മാസം കഴിഞ്ഞടാ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വരണ. ഉറങ്ങടാ. അവനെല്ലാം മനസ്സിലായി. സച്ചു, എന്നെന്തിനാ വിളിക്കണ? നീയല്ലേ പറഞ്ഞ കുഞ്ഞിനെ അങ്ങോട്ട് പ്രസവിച്ച് തന്നാ മതി, നീ അങ്ങ് എടുത്തു വെച്ച് നോക്കൂന്ന്. നോക്കിക്കോ. എന്തൊക്കെ വീരവാദമായിരുന്നു അന്ന്. ഒക്കെ എവിടെ? ആക്ച്വലി ഈ കളറിശിക്കുട്ടൻ എൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചില്ലേ. ഞാൻ കരുതി എനിക്കൊരു പെൺകുഞ്ഞാ വരാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അവളിലൂടെ നിന്റെ ഡാഡിക്കിട്ട് പണിയാന്നാ വിചാരിച്ച. ഇല്ല പോട്ടെ. ഓ, മറ്റേ ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ. പക്ഷേ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്ന് ചതിച്ചു. എന്തായാലും കിട്ടിയില്ലേ? കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. ഇവനെന്ന് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുഡ് നൈറ്റ്. മാമജി, സത്യേട്ടൻ എഴുന്നേറ്റോ? ദാ ചായ റെഡി. ആ, നീ ആരെയും കൊണ്ട് കൊടുത്തോ? സത്യേട്ടൻ എഴുന്നേറ്റിട്ടില്ല, ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഓ, എഴുന്നേറ്റോ സാറ്? ബാത്റൂമിലാണോ? അല്ല, കുളി കഴിഞ്ഞപ്പോ ചായ തണുക്കൂല. അല്ല, തണുക്കട്ടെ. തണുത്തപ്പോ എനിക്കെന്താ ഇവിടെ വച്ചിട്ട് പോവാം. വാട്സപ്പ് മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ ആണല്ലോ. ആരാ ഇത്? ഇന്നലെ വിളിച്ച നമ്പറല്ലേ? മോനോ? ഏത് മോൻ? ദുഷ്ടൻ. ഇയാൾക്ക് വേറെ ഭാര്യയും മോനും ഒക്കെ ഉണ്ടോ? ശരിയാക്കി തരാ ഞാൻ. സത്യേട്ടൻ അങ്ങനെയൊന്നും ഉണ്ടാവൂല. സത്യേട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടാവോ? ചായ റെഡിയായോ? എങ്കിൽ താ. ടേബിളിൽ പുറത്ത് വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ. അല്ല, ഇതെന്തൊരു താടിയൊക്കെ ഷേപ്പാക്കി? നിങ്ങള് ഓഫീസിലേക്കല്ലേ പോകുന്ന, അതോ വേറെ എവിടെയെങ്കിലും പോകുന്നോ? ഇല്ല, കോളേജിൽ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. നേരത്തെ എത്തും. ഇയാളോട് കള്ളം പറയുന്നതാണോ? കോളേജിലേക്കാണോ അതോ അവിടെയാണോ പോകുന്നത്? നീ എന്താ ആലോചിക്കുന്ന? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. എല്ലാവരും ഒന്ന് കാണുക, ഒരു സ്പീച്ച്, പെട്ടെന്ന് എത്തും. സത്യേട്ടൻ എന്തിനും ധൃതി കാണിച്ച് പെട്ടെന്ന് തന്നെ കാണേണ്ടവരൊക്കെ കണ്ടിട്ട് പതുക്കെ വന്നാൽ മതി. കാണേണ്ട വരം.
ഇവള് ആരെയാ പറയണ? എങ്കിൽ ചൂലുങ്ങത ഞാൻ അടിച്ചു വരാം. നീ ചെന്ന് പല്ല് തേക്ക് ചെല്ല. വേണ്ട, ഞാൻ ഒരു കൈ കൊണ്ട് പല്ല് തേച്ചു ഒരു കൈ കൊണ്ട് തൂക്കാം. ഇല്ലെങ്കിൽ അവനിപ്പോൾ കരഞ്ഞു പൊടിക്കും. ഇല്ല, അവൻ നല്ല ഉറക്ക. ചൂലുങ്ങട്. നോട്ടം അത്ര ശരിയല്ല. കണ്ണ് മുഖ്യവാറും ഞാൻ കുത്തി പൊട്ടിക്കും. സ്പർശനവും നടക്കുന്നില്ല. ഒരു ദർശനമെങ്കിലും ആയിക്കൂടെ? അത് പറഞ്ഞപ്പോഴാ അങ്കി നമുക്ക് നാളെ ഋഷിക്കോട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പുറത്തൊന്ന് കറങ്ങാൻ പോയാലോ? ആ ബെസ്റ്റ്. നമ്മളവിടെ കൊണ്ടാക്കി അടുത്ത സ്റ്റോപ്പിൽ എത്തേണ്ട അതിന് മുന്നേ വിളി വരും അവനവിടെ കിടന്ന് കരയാന്നും പറഞ്ഞിട്ട്. മാത്രമല്ല വല്യമ്മയെ അതൊന്നും സമ്മതിക്കൂല. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ മമ്മിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്കെന്താ? ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ആര് പറഞ്ഞു? നടക്കണ്ടേ? അല്ല, ഇവിടുത്തെ അമ്മയോട് എന്ത് പറയും? ഒരു പ്ലാനുണ്ട്. ഇന്നലെ അമ്മയുടെ ഒരു ഫ്രണ്ട് കല്യാണം വിളിക്കാൻ വന്നില്ലേ? അവരുടെ മോളുടെ തമിഴ്നാട്ടിലെവിടെയല്ലേ? നമുക്ക് ഇവരുടെ ഒന്ന് പറഞ്ഞു വിടാം. ഫസ്റ്റ് ഇത്രയും ദൂരം ആയതുകൊണ്ട് അമ്മ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ കേൾക്കുമായിരിക്കും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അവർ പോവുകയാണെങ്കിൽ നമുക്ക് ഇവനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് എൻജോയ് ചെയ്യാം. ബെസ്റ്റ്, ഓടിപ്പോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഇതൊക്കെ മുൻകൂട്ടി കണ്ട നിന്നോട് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ നീ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞ? ഋഷിക്കുട്ട ആദരണേ. ആഹാ, ആ നല്ല മന കഴിക്കട്ടോ. അല്ല അമ്മായി, അമ്മായിയുടെ ഫ്രണ്ട് ഇന്നലെ കല്യാണം വിളിക്കാൻ വന്നില്ലേ? ആ കല്യാണത്തിന് നിങ്ങൾ പോകുന്നില്ലേ? അവളാ കല്യാണം അങ്ങ് തമിഴ്നാട്ടിലെ കൊണ്ട് വെച്ചേക്കുന്ന. പോയിട്ട് ഒരു എങ്ങനെ പോലും 4 ദിവസം പിടിക്കും. ആ മാതാറിനെ. ആ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒന്ന് പോയേച്ച് വരായിരുന്നു. അവൾ എല്ലാത്തിനും നമ്മുടെ ആവശ്യത്തിന് വരുന്നതാ. അത് ശരി, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ മടിക്കണ? അമ്മാവനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് പോവോ? അല്ല, ഞങ്ങള് പോയാ ഇവനെ വെച്ച് നിനക്ക് പാടായിരിക്കൂലേ? അങ്കി കമ്പനി പോകൂലേ? തരാട്ടോ. എന്ത് പ്രശ്നം? ഇവൻ എൻ്റെ അടുത്തിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്കി പോയിട്ട് നൈറ്റ് വരുമല്ലോ, പിന്നെന്താ? അല്ല, പോണമെന്നുണ്ട്. പക്ഷെ ഇത്രയും ദൂരം അതാ വിഷയം. പാടാ. ആ ശരി, പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് സ്കൂളുണ്ടെന്ന് പറഞ്ഞ് എങ്ങും പോകില്ല. ഇപ്പൊ റിട്ടയർ ആയപ്പോ 2 ആളും കൂടെ വീട്ടിൽ കയറിയിരിക്കുന്നു. പോയി ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്. തമിഴ്നാടൊക്കെ കാണാൻ എന്ത് രസാന്നറിയോ? ആണോ? ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. പോയി നോക്കാല്ലേ? ഒന്നുമില്ലെങ്കിലും അമ്മായിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? പോയിട്ട് വാ. ഞാൻ ഇവനൊന്ന് പാലോട് തുറക്കട്ടെ. അമ്മായി അമ്മാവനോടൊന്ന് സംസാരിച്ച് നോക്ക്. നോക്കു മണിക്കുട്ടി, വന്ന നേരത്തെ തങ്കിയുടെ കയ്യിലായിരിക്കുന്ന. വിളിച്ചിട്ട് വരുന്നില്ല. നീ ഞങ്ങളൊക്കെ മറന്നോടാ. ഇവൻ അന്ന് ഇവിടുന്ന് പോയപ്പോ എന്നെ ഒരുപാട് വട്ടം കറപ്പിച്ചു. രാത്രി ഫുൾ ഉറങ്ങാത്ത കരച്ചിലായിരുന്നു അല്ലേടാ? ആ, ആര് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ചെക്കൻ നന്നായിട്ട് കരഞ്ഞുന്ന്. അല്ല, അവര് ഇന്ന് രാവിലെയാണോ മോളെ പോയത്? ആ അച്ഛമ്മ, അവരിന്ന് രാവിലെ ട്രെയിനിലാ പോയത്. ഒത്തിരി ദൂരെയില്ലേ, അതുകൊണ്ട് 2 ആളും രാവിലെ തന്നെ പോയി. ആ കുട്ടേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അല്ല, കുട്ടേട്ടനും ഏട്ടത്തിയും വരാൻ ഇനി 4 ദിവസം എടുക്കൂലേ? അവിടെ ഇപ്പൊ ആരുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ? 2 ദിവസം കഴിഞ്ഞിട്ട് പോവാലോ. മണിക്കുട്ടിയുടെ കുട്ടേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് വീട് പൂട്ടിയിടരുതെന്ന്. ഞാനും കുഞ്ഞു നിൽക്കാന്ന് വെച്ചാ അങ്കിക്ക് ഓഫീസുണ്ട്. അവനെന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ? അതിന് നീ ഫുഡ് ഉണ്ടാക്കോ? നീ എപ്പോഴാ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയ? ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കും. അങ്കി, രാവിലെ നിനക്ക് ഇവളെന്ത് ബ്രേക്ക്ഫാസ്റ്റാ ഉണ്ടാക്കി തന്നത്? അത് പിന്നെ സെർലാക്ക്. എനിക്കും കുഞ്ഞിനും അവക്കും അത് തന്നെയാ. ഭയങ്കര പ്രോട്ടീൻ റിച്ച് എന്നൊക്കെയാ ആള് പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞൊന്നുമല്ല. ആ കവറിന്റെ ബാക്കിലുണ്ട്. സെർലാക്ക് നല്ലതാ. ഭാഗ്യം, പട്ടിണി കിട്ടില്ലല്ലോ. സന്തോഷം. ഋഷിക്കുട്ട, നീ അന്വേഷിച്ച ആളെത്തി. ഡാഡി വന്നു. ഇതാരാ? ഡാഡിയുടെ മുത്തുമണിയോ? വാ. ഞാൻ പറഞ്ഞില്ലേ, ഡാഡി കണ്ട അവൻ നമ്മളെ മറക്കും. അതൊക്കെ ശരിയാ. വല്യമ്മായി സമ്മതിക്കോ?
ബാമേ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്, വല്ലാത്ത ദാഹം. രശിക്കുട്ട, സർപ്രൈസ് ആണല്ലോ, ഇതെപ്പ വന്നു? ബാ, നമുക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ശരിക്കും റിച്ചൂട്ടനാണോ സത്യക്കാണോ കളിക്കാൻ ആളെ കിട്ടിയ സന്തോഷം? ആ സംശയം എനിക്കും ഉണ്ട്. മൺകുട്ടി, ചായ എടുത്തു വെക്ക്, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. നിക്കട, ഞാൻ ഡ്രസ്സൊന്ന് മാറിക്കോട്ടെ. ഇതാ വെള്ളം. റിച്ചൂട്ട, നിന്റെ അമ്മമ്മ എടുത്ത് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറ. രച്ചുട്ട, മുത്തിന് വെള്ളം വേണോ? രശിക്കുട്ട, വെള്ളം കുടിക്കണം, നമുക്ക് പോവാം. ഇത്ര പെട്ടെന്നോ? മണിക്കുട്ടി പറഞ്ഞ പോലെ നിങ്ങൾക്ക് മൂന്നാൾക്കും ഇവിടെ നിന്നൂടെ? അവിടെ ആരുമില്ലല്ലോ സച്ചു. ഇല്ല, അവൻ ഇവിടെ നിന്ന കമ്പനി പോകാൻ മടിക്കും, അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ റിച്ചൂട്ടൻ ഇവിടെ നിൽക്ക്, ഡാഡ നോക്കിക്കോളാം. അവനിവിടെ ഡയറി എടുത്ത് നിൽക്കുവാണെങ്കിൽ നിന്നോട്ടെ, ഞങ്ങള് പോയിട്ട് നാളെ രാവിലെ വന്നെടുത്തോളാം. അതൊന്നും ശരിയാവില്ല. രാത്രി എങ്ങാനും കുഞ്ഞു നിന്നെ കാണാതെ കിടന്ന് കരഞ്ഞ പാവം. വേണ്ട, ഒരു വയസ്സ് പോലും ആയിട്ടില്ല. അങ്ങനെ കരഞ്ഞ ഞാൻ കൊണ്ടുപോകും. അല്ലടാ, നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. അതെ, സത്യേട്ടന് ആൺകുഞ്ഞുങ്ങളെ നോക്കി നല്ല ശീലം ഉണ്ടല്ലോ അല്ലേ? ഡാഡിയുടെ കൂടെ അവൻ കരയാൻ നിൽക്കുവാണെങ്കിൽ നിന്നോട്ടെ മമ്മി. ഞങ്ങൾക്ക് പുറത്തു പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇവൻ കൂടെ വന്നാൽ പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. സച്ചു, അല്ല, പുറത്തൊക്കെ പോയിട്ട് ഒത്തിരി ദിവസമായി, അതുകൊണ്ട് ഞങ്ങള്. സച്ചു, നീ പൊക്കോ, എന്തോ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? രണ്ടാളും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പൊക്കോ, അവന് ഞാൻ നോക്കിക്കോളാം. അല്ല സച്ചു, മുന്നോട്ടുള്ള നിന്റെ തീരുമാനം എന്താ? ഇങ്ങനെ അങ്ങ് പോവാന്നാണോ അതോ വല്ല ജോലിക്ക് പോണോന്നാണോ? നീ എന്തിനാ ഇത്രയും പഠിച്ചത്? അത് മമ്മി, നിനക്കല്ല കൊച്ചെ പണ്ട് പഠിക്കണം, മലമറിക്കണം, ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊന്നും ഇല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് നല്ല മാർക്കോടെ നീ പാസ്സായത് ഇതുപോലെ വീട്ടിലിരിക്കാനാണോ? മമ്മി തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? എന്റെ കല്യാണം കാണാനും കുഞ്ഞിനെ കാണാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മമ്മിയല്ലേ? സച്ചു, അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിന്റെ ഡാഡി നാളെ എന്നെ വേണ്ടാന്ന് വെച്ചു. എനിക്ക് പഠിത്തമില്ല, നല്ല ജോലിയില്ല, ഞാൻ എന്ത് ചെയ്യും? ആ ഒരവസ്ഥ നിനക്ക് വരാൻ പാടില്ല. എത്രയൊക്കെ ആൾക്കാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കാര്യം നമ്മൾ എന്നെ നോക്കണം. ഞാൻ പറയാൻ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മമ്മി, എന്തു പറ്റി? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഡാഡിയും മമ്മി തമ്മിൽ വഴക്കിട്ടോ? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒന്നുമില്ല. മമ്മി മോളോട് കാര്യം പറഞ്ഞതാ. ഋഷിക്കുട്ടൻ എന്ന് വലുതായിട്ട് പോരെ അടുത്ത കുട്ടി എന്നാ മമ്മി ഉദ്ദേശിച്ചത്. മമ്മി, എനിക്കത് മനസ്സിലായി. അല്ല, പുറത്തു പോകണമെന്ന് പറഞ്ഞില്ലേ? പോകോ, അവനെ ഞങ്ങൾ നോക്കിക്കോളാം. ഇല്ല മമ്മി, പുറത്ത് പിന്നെയും പോകാലോ. ഞങ്ങൾ മൂന്നരും വീട്ടിലേക്ക് പോവുക. മമ്മി അങ്ങനെ പറഞ്ഞോണ്ടാണോ? ഞാൻ മോളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞ. ഇതൊക്കെ മമ്മി അല്ലാതെ വേറെ ആരാ നിനക്ക് പറഞ്ഞു തരിക? മോള് ചെല്ലും. ഇല്ല മമ്മി, ഞങ്ങൾ ചെല്ല്, സന്തോഷമായിട്ടിരിക്കും. രശിക്കുട്ടൻ നിന്ന് ഞങ്ങളോടെ നിൽക്കും, അല്ലേടാ മോനെ? കുറെ നാളത്തേക്ക് ശേഷം നല്ലൊരു സാധനം അടിക്കാൻ പറ്റി. സത്യ, താങ്ക്സ്. എന്താ നന്ദി പറച്ചില്? അതെ, ഇതൊക്കെ വല്ലപ്പോരിക്കേ കിട്ടൂ, അല്ലെങ്കിൽ ഈ പാവം ഞാനേ ഇവിടെ കാണുള്ളൂ. അത് നീ പറഞ്ഞത് ശരിയാ, പക്ഷേ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ നല്ല സാധനം കിട്ടുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാ. അല്ല, സത്യേട്ടൻ എന്താ മിണ്ടാതിരിക്കണ? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഞങ്ങളെയൊക്കെ വിളിച്ച് കുപ്പി പൊട്ടിക്കൂ. പറഞ്ഞോ, എന്താ നിനക്ക് പറയാനുള്ളത്? അതെ, അമ്മാവൻ പറ, എന്തിനും ഞങ്ങൾ പലഹാരം ഉണ്ടാക്കാം. പറഞ്ഞോ. ഡാ സിദ്ധു, ഞാൻ നിന്നോട് ആര്യനോട് വരാനല്ലേ പറഞ്ഞ? നീ എന്തിനാ ഇവന്മാർ രണ്ടുപേരെയും കൊണ്ടുവന്നത്? ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? ഞങ്ങൾ വലിഞ്ഞേറി വന്നതൊന്നുമല്ല, സിദ്ധു അമ്മാവൻ വിളിച്ചിട്ട് വന്നതാ. എടാ അഖിലേ, എണീക്ക് വാ, നമുക്ക് പോവാ. അങ്കി, ഇരിക്കടാ അവിടെ. സത്യ, നീ വിളിച്ചപ്പോ ഇവൻ എന്റെ അടുത്തുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ കൂടാറ്, അതുകൊണ്ട് അവനെയും കൂടെ കൊണ്ടുവന്നതാ. എന്താ പ്രശ്നം? അതെ, നമ്മൾ മൂന്നരും വരുന്ന വഴിക്ക് അഖിലിനെയും കണ്ടു. അവനല്ലേ നമുക്ക് എപ്പോഴും കുപ്പി എടുത്തരാറ്. അപ്പൊ പിന്നെ അവനെ കൂടെ വിളിച്ചില്ലെങ്കിൽ മോശമല്ലേ?
ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് ശീലം. നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറിത്തരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അഖിലെ, നിന്നെ മാത്രമല്ല എന്നെയും വിളിച്ചിട്ടില്ല. ബാ, നീ പോവാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. ഓ, ഒന്നും മിണ്ടാതിരിക്കോ, ആരും പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എടാ അഖിലെ മിണ്ടാതിരിക്കെ, എന്തോ പ്രശ്നമുണ്ട്. സത്യ, എന്തു പറ്റി? കാര്യം പറ. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. അന്ന് കമ്പനിയിലൊരു ഇഷ്യൂ ഉണ്ടായില്ലേ, നമ്മുടെ ഫയൽ കട്ടുകൊണ്ട് പോയ അതിനെപ്പറ്റി എന്ത് കാര്യമോ? അത് അന്ന് നീ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ സെറ്റിൽ ചെയ്തോന്ന്. ആ വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചാൽ സത്യേട്ടനത് ഇഷ്ടമാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിക്കാത്തത്. ശരിക്കും ഒന്ന് കമ്പനി ഹാക്ക് ചെയ്തതും നമ്മുടെ ഫയൽ അടിച്ച് മാറ്റിയതൊക്കെ നമ്മുടെ പഴയ ഡിസൈനറാണ്. അത് മനസ്സിലാക്കി ഞാൻ അവനെ കോൺടാക്ട് ചെയ്തു. 24 hours എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. 24 hours? എന്നിട്ട്? മിണ്ടാതിരിക്കടാ, നീ പറ, എന്നിട്ട്? ആ ശരി, അതന്നെയല്ലേ ഞാനും ചോദിച്ചത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവൻ്റെ അനക്കമൊന്നുമില്ല. അങ്ങനെ ഞാനും രഘുവേട്ടനും കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവൻ വീട്ടിലുണ്ടായിരുന്ന ക്യാഷൊക്കെ കൊണ്ട് നാട് വിട്ടു പോയെന്ന്. അവനൊരു കുഞ്ഞുണ്ട്, ഒരു ആൺകുഞ്ഞ്, ഹാർട്ട് പേഷ്യൻ്റ്. അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന പൈസയും കൊണ്ടാണ് അവൻ നാട് വിട്ടു പോയത്. അത് പറ. അപ്പോൾ ആ ഫാമിലിക്കാണ് സത്യയുടെ മാസം ബാങ്കിൽ പോയിട്ട് ക്യാഷ് അയച്ചു കൊടുക്കുന്നത്. എനിക്ക് അപ്പോഴേ തോന്നി. മാസം ക്യാഷ് അയച്ചു കൊടുക്കുന്നു? എല്ലാ മാസവും രഘുവേട്ടനെ വിളിച്ചോണ്ട് സത്യയുടെ മുങ്ങും. ഒരു ദിവസം രഘുവേട്ടനെ പിടിച്ച് ഞാനങ്ങ് പൂട്ടി. അപ്പോഴാണ് പറഞ്ഞത് ക്യാഷ് അയച്ചു കൊടുക്കുമെന്ന് ആർക്കോ. പക്ഷേ അത് ഇവൻ്റെ ഫാമിലിക്കാണെന്ന് എനിക്കറിയില്ല. സത്യേട്ടനോട് ചോദിച്ചാൽ ദേഷ്യപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൽ പിന്നെ ഇടപെടാത്തത്. എടാ ഭ്രാന്ത, നമ്മളെ കമ്പനി നമ്മളെ പറ്റിച്ചിട്ട് പോയവനെ നീ എന്തിനാണ് സഹായിക്കാൻ പോണത്? അവന്റെ കുടുംബം എങ്ങനെ പോയാൽ നിനക്കെന്താ? അവൻ്റെ കുടുംബം എങ്ങനെ പോലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിൻ്റെ കരച്ചിലെന്ന് കണ്ടപ്പോൾ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. അതിൻ്റെ ഹോസ്പിറ്റൽ ചെലവും അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. കൂടെ അവൻ്റെ അമ്മേനെ ഏറ്റെടുത്തു. അല്ലേ ഫലവലാതി, വായ്ത്തുന്നൊക്കെ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ ചൂട് നീ അറിയും, മനസ്സിലായോ? എന്റെ അനിയൊന്നും മിണ്ടാതിരി. സത്യ, ഇങ്ങനെ അടികൂടാതെ നീ കാര്യം പറ, ബാക്കി എന്താ സംഭവിച്ച? കഴിഞ്ഞ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 5ാം പിറന്നാൾ. 5 വയസ്സായ അതിന് ഓപ്പറേഷൻ ചെയ്താൽ അതിൻ്റെ അസുഖമൊക്കെ മാറും. അതിനെൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാൾ പോയില്ലേ, അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് ചോദിച്ചു. ആരും മോനോ അതോ മോൻ്റെ അമ്മയോ? ഈ പന്നിയെ ഞാനിന്ന് അങ്കിയൊന്നും മിണ്ടാതിരി. സത്യേട്ടൻ ബാക്കി പറ. പണ്ട് എൻ്റെ സച്ചു എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എത്ര ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ ആ കുഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കും. ഈ ലാസ്റ്റായിട്ട് അവർ വിളിച്ചപ്പോൾ മാമയെ കോൾ അറ്റൻഡ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ മാമയെടുത്ത് പറഞ്ഞാൽ അവളെ തലയിലൊന്നും കയറൂല. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സത്യ, കണ്ടവന്റെ കുടുംബം സഹായിക്കാൻ പോയിട്ട് നിന്റെ കുടുംബം കലങ്ങരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. കലങ്ങാനോ? എനിക്കെൻ്റെ പാമ്പ് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. ഞാൻ പറഞ്ഞ അവളുടെ തലയിൽ കയറൂല, അതങ്ങനെ ഒരു പൊട്ടി. നീ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അവളോടൊന്ന് പറ, അവളൊന്ന് മനസ്സിലാക്കി വെക്ക്. അല്ല, ഞങ്ങൾ പറഞ്ഞ ബാമയുടെ തലയിൽ കയറുമോ ഇതൊക്കെ? ഞാൻ 1-2 തവണ അവളോടൊന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടി നോക്കിയതാ. അവനാണെങ്കിൽ മുഖത്ത് നോക്കുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോവും. അവൾ എന്തെങ്കിലും ചാടിക്കടിച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു മാതിരി ഒരു റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എനിക്കതൊന്നും കാണാൻ വയ്യ. നീ ഒന്ന് പറ അവളോട്. ശരി, ഞാൻ അവളോട് നാളെ ഇതിനെപ്പറ്റി സംസാരിക്കാം. പിന്നെ സിദ്ധു അമ്മാവൻ പറഞ്ഞുകൊണ്ട് വല്യമ്മായി അങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ? ഓടിപ്പോ. സ്വന്തം ഭർത്താവ് പറയാത്ത കാര്യം ഭർത്താവിൻ്റെ സഹോദരൻ വന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭാര്യ വിശ്വസിക്കോ? എന്താണ് നിനക്ക്? അവരെന്തെങ്കിലും ചെയ്തിട്ട് നിനക്കെന്താ? നീ വേണ്ടാതിരിക്കെ, ഇയാൾക്കൊരു പണി കൊടുക്കണം. ആ പറഞ്ഞതിൽ ചെറിയൊരു പോയിന്റ് ഉണ്ട്. സത്യേട്ടൻ പറയേണ്ട കാര്യം സത്യേട്ടൻ തന്നെയാണ് പറയേണ്ടത്. ഒരു കള്ളത്തരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സിദ്ധുവട്ടം പറയണമെന്നൊരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? അതിന് ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ മോന്തയും തിരിച്ചൊരൊറ്റ പോക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കും? അല്ല, ഈ മാസം 20 അല്ലേ ആ കൊച്ചിൻ്റെ ഓപ്പറേഷൻ. അതിനെന്തായാലും വലിയ മോൻ പോവുമല്ലോ. അപ്പം അമ്മായിനെ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ വെച്ച് അങ്ങ് പറ. ആ, അതൊരു നല്ല ഐഡിയ. കാരണം അവരെ മുന്നിൽ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മായിക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, വിശ്വസിച്ചേ പറ്റൂ. അല്ല, ഓപ്പറേഷൻ ഇനിയും 1 ആഴ്ച ബാക്കിയുണ്ട്. അതുവരെ ബാമയുടെ കാര്യം പറയാതിരുന്ന അവൾ എന്നോട് പിണങ്ങി നടക്കൂലേ? സത്യ, വെറും 1 ആഴ്ചയല്ലേ ഉള്ളൂ. അതുവരെ ബാമ പടങ്ങി നടന്നോട്ടെ, കുഴപ്പമില്ല. എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. ആ സച്ചു, ഇല്ല, ഞാൻ ഇറങ്ങി. ആ, ഇപ്പം വരാം. ഒരു 5 മിനിറ്റ്. ശരി. ആ, ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്ത. ഇതാണ് ഒന്ന് മാറി നിന്ന അപ്പൊ 100 കോള് വിളിക്കും ഇവളുമാര്. അതിന് നീ കെട്ടാത്തതല്ലോ, നിനക്ക് കിട്ടാത്തതല്ലേ? പോടോ, നിങ്ങളുടെ ഭാര്യ പിണങ്ങി പോ, നോക്കോ.
എന്നാൽ ശരി, ബാക്കി നിങ്ങളങ്ങ് കൂടിക്കോ, ഞാൻ ഇറങ്ങാം. എൻ്റെ ഭാര്യ അവിടെ കാത്തിരിക്കുകയാണ്, പോണം. അല്ല, നിങ്ങൾ റിച്ചൂട്ടനെയും കൂടെ കൊണ്ടാണോ പോകുന്നത്? അറിയില്ല, ഞാനൊന്നും ചോദിച്ചില്ല. മിക്കവാറും കൊണ്ടുപോകുന്ന തോന്നുന്നത്. അല്ല, അവനിവിടെ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് നിർത്തിയിട്ട് നിങ്ങൾ പോക്കോ. അമ്മാവന് ആ മക്കളൊരു വീക്ക്നെസ് ആണല്ലേ, സ്വന്തമായിട്ട് ആൺകുഞ്ഞില്ലാത്തത് കൊണ്ട് വിഷമമുണ്ടല്ലേ? എന്ത് വിഷമം? വളർന്ന് വലുതാകുമ്പോൾ നിന്നെപ്പോലൊരു വാഴയായിട്ട് മാറാനോ? ദൈവം അറിഞ്ഞ് നല്ലൊരു പെങ്കൊച്ചിന് എനിക്ക് തന്നു. അല്ലെങ്കിലും പെൺകുട്ടികളൊക്കെ നല്ല മനസ്സുള്ളവർക്കെ കിട്ടും, നിന്നെപ്പോലുള്ളതിന് കിട്ടൂല. ആര് പറഞ്ഞു എനിക്ക് പെൺകുട്ടി ഉണ്ടാവില്ലെന്ന്? ചിലപ്പോൾ അടുത്തതിൻ്റെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അമ്മാവൻ എന്ത് ചെയ്യും? തല മുട്ടയടിക്കോ? മനസ്സ് നല്ലതാണെങ്കിൽ മാത്രമേ പെൺകുട്ടിയെ കിട്ടുമെന്ന് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. നിനക്കൊന്നും നിൻ്റെ അച്ഛനൊക്കെ ആൺകുട്ടീനെ കിട്ടും, പെൺകുട്ടീനെ കിട്ടുന്ന സ്വപ്നം കാണണ്ട. അങ്ങനെ എങ്ങാനും കിട്ടിയെന്ന് നീ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ തല അങ്ങ് മുട്ടയടിക്കാം. എന്നാൽ എൻ്റെ പൊന്നമ്മാവൻ തല മുട്ടയടിക്കാൻ റെഡിയായിട്ടിരുന്നോ? നിങ്ങൾക്ക് ഒരു പെണ്ണല്ലേ ഉള്ളൂ, എനിക്കിനി ജനിക്കാൻ പോണതൊക്കെ പെൺകുഞ്ഞ. ഇത് അങ്കിയാ പറയണ. പിന്നെ നമുക്ക് കാണാം ആരാ മുട്ടയടിക്കാൻ പോകുന്നതെന്ന്. നീ ഇത് 100 എണ്ണത്തിന് പെറ്റു കൂട്ടിയാലും അതിലൊന്നുപോലും പെണ്ണുണ്ടാവൂല. ഇത് സത്യയുടെ വാക്ക. നല്ല അഹങ്കാരമാണല്ലോ. നിങ്ങൾ നോക്കിയിരുന്നോ, അടുത്തത് എനിക്ക് പെൺകുഞ്ഞ. ആ കുഞ്ഞുമായിട്ട് ഞാൻ നിങ്ങളടുത്തൊരു വരത്ത് വരും. ഓ, ഐ ആം വെയിറ്റിംഗ്. അഖിലേ വട, ഞാൻ പോവാ. അങ്കി നിക്കട. സിദ്ധുവേട്ട ദേ അവ പിണങ്ങിപ്പോയി. സത്യം, നിനക്ക് എന്തിന്റെ കേടാ? പിന്നെ അവൻ ചോദിക്കുമ്പോൾ എടുത്തോട്ട് കട പെൺകുഞ്ഞ് വെറുതെ കിടക്കയില്ല, പോവാൻ പറ. സച്ചു, ശരിക്കും നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയോ സച്ചു? ഇതിന്റെ ആൻസറും നിന്റെ കയ്യിൽ തന്നെ കാണൂലേ, പറ. അല്ല, നീ, ഞാൻ, നമ്മുടെ റിച്ചൂട്ടൻ, ഇനി നമുക്കൊരു പെൺകുട്ടിയോടായ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയില്ലേ? അത് വളരെ ശരിയാ. നീ ആ വണ്ടി ആ മെഡിക്കൽ സ്റ്റോറിന്റെ അവിടെ ഒന്ന് സൈഡാക്ക്. നിക്ക്. അല്ല, മെഡിക്കൽ ഷോപ്പിൽ എന്താ, നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നിന്റെ പേഴ്സ് ഞാൻ എടുക്കുന്നു. ഞാൻ ഇപ്പൊ വരാം. ആ, പെട്ടെന്ന് വാ. മാമേച്ചി ഓർജ് നല്ല പുളിപ്പുണ്ട്. എന്നിട്ട് അവൻ കഴിക്കുന്ന നോക്കിയേ. റിച്ചൂട്ടൻ നമ്മുടെ സാച്ചൂട്ടിന്റെ കണക്കാ. മധുരത്തോടൊന്നും വലിയ താല്പര്യമില്ല. പുളിപ്പ് എരിവൊക്കെ നന്നായിട്ട് പോവും അല്ലേടാ? ഇവിടുത്തെ 3 സംഘമാണെന്ന് തോന്നുന്നു എത്തിയത്. വണ്ടിയിൽ ഒച്ച കേട്ടില്ലേ? റിച്ചൂട്ടിന് നല്ല ഉറക്കമായിരുന്നു തോന്നുന്നു. മാമേച്ചി അവനെ ഉറക്കിക്കോ. അവര് വന്നു തോന്നുന്നല്ലേ. നീ താഴേക്ക് പൊക്കോ. ഇവനെ ഞാൻ തോളിടുമ്പോ അവനങ്ങ് ഉറങ്ങിക്കോളും അല്ലേ റിച്ചൂട്ടാ? അമ്മമ്മയുടെ റിച്ചൂട്ടിന് ഉറക്കം വരുന്നുണ്ടോ? അമ്മമ്മ തോളിലിട്ട് ഉറക്കട്ടെ മോനെ. റിച്ചൂട്ടിന് ഉറക്കാൻ പോവാണോ? സത്യത്തിനല്ല കണ്ണൂടെ അവൻ തോളി കിടക്കുന്ന. ഓ, ഭാമി കുഞ്ഞുറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കണം നിന്നോട്. പത്മനാഭ, എന്നോട് വേറെ ഭാര്യയിൽ നിന്നുള്ള കാര്യം പറയാനാണോ? എനിക്കത് കേൾക്കണ്ട. ഭാമി, നിന്നോടാ. എനിക്കിതിനോടൊന്ന് സംസാരിക്കണം. സത്യേട്ടാ, എനിക്ക് നല്ല തലവേദനയുണ്ട്, നല്ല ഉറക്കവും വരുന്നുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ കിടക്കാൻ പോവാ. ഇതാണോടി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് നീ എൻ്റെ മോൻ അങ്ങോട്ടാക്കിയിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? അത് ഭക്ഷണം ഇമ്പോർട്ടൻ്റ് അല്ലേ, അതും ഉണ്ടാക്കണ്ടേ? വരുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നിന്നപ്പോൾ നിനക്ക് വിശപ്പില്ല, എന്നിട്ട് ഇപ്പൊ നിനക്ക് വിശക്കൊന്നും അല്ലേ? അത് അപ്പ വിശന്നില്ല, ഇപ്പൊ വിശന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നിനക്ക് ഉറക്കം വരും, ഇതല്ലേ? എന്നെ കൊണ്ടൊന്നും വയ്യ. വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോ, ഞാൻ പോവാ. പോവാന്നോ? എങ്ങോട്ട്? കിടക്കാൻ പോവാണെന്നാണോ ഉദ്ദേശിച്ചത്?
ആണെങ്കിൽ ഇപ്പം നിനക്കെന്താ? നിന്റെ ഒരു എൻജോയ്മെന്റ് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് വാ. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. അങ്കി യെസ്. അങ്ങനെ അങ്ങ് കിടക്കാൻ പോയാൽ അങ്ങനെ. പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ എന്താ കിടക്കാൻ പോകുന്നില്ലേ? സുവരത്തളിരേ കുടിസക്കുയിലേ தீண்டாம மாண்டு போச்சு தாண்டி ஓடாது நீ பார்க்கும் பார்வைக்காக சாயங்காலம் சாயல நீ போகும் பாதையோட மேயும் கண்ணு ஓயல நெஞ்சே சொல்லு நான் வாழும் காலோ நீள അങ്കി ഒരു മിനിറ്റ്. പരുവക്കുളിരേ എന്താ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇതെന്തിനാ? ഇന്ന് മുതൽ നമുക്കിടയിൽ ഇവനുണ്ടാവണം. എനിക്ക് ശരിയാവൂല. ഒരു 6 years ഒക്കെ കഴിഞ്ഞിട്ട് മതി നമുക്ക് പുതിയൊരു ബേബി. 6 year? അപ്പൊ എന്റെ ബെറ്റ്? എന്താ? ഒന്നുമില്ല. നീ എന്താ പൊട്ടം കളിക്കാനോ? എന്നാ ഇതെട്. ഇട്ടോ തലഗണം പാതി തായ്ഗണം മീതി വിരൽ മണം താടി കുറയുത് നാടി പൂവാസം പൂവാസം തോർക്കും മൂച്ച് കാത്ത് തീണ്ടി. അല്ലെങ്കിൽ അന്ന് നിന്റെ വല്യമ്മാവനോട്ട് നീ ശരിക്കും പറ്റുവച്ചത് ഉള്ളതാണോ? പിന്നെ തമാശയ്ക്ക് ഞാൻ ഇതിന് പറ്റുവെക്കുന്ന നീ നോക്കിയോ. എനിക്ക് അടുത്തൊരു പെങ്കുഞ്ഞ് കിട്ടും, ഉറപ്പാ. അല്ല, അതങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും? നീ നോക്ക്, എൻ്റെ അച്ഛൻ ആദ്യം ആണായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞ് ചെറിയ മയില് വന്നത്. അതുപോലെ എനിക്ക് ആദ്യം ഒരാണല്ലേ, അത് കഴിഞ്ഞ് എനിക്കൊരു പെൺകുട്ടി കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയുടെ വീട്ടിൽ ആദ്യം ആണായിരുന്നില്ലേ നിന്റെ വലിയ മാവൻ? അത് കഴിഞ്ഞ് ചെറിയ മാവനല്ലേ വന്നത്? അത് കഴിഞ്ഞിട്ടല്ലേ നിന്റെ അമ്മ വന്നത്? എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ആയിക്കൂടാ? അങ്ങനെയാണെങ്കിലും അത് കഴിഞ്ഞിട്ട് മൂന്നാമത് പെണ്ണ് വന്നില്ലേ, അതുപോലെ എനിക്ക് വരും. 3 കുഞ്ഞുങ്ങളാവൂലേ? അതിന് നിന്റെ ഭാര്യ സമ്മതിക്കോ? ബസ്റ്റ് അവൾ അടുത്ത കുഞ്ഞിന് തന്നെ 6 വർഷം കഴിഞ്ഞിട്ടെന്നാ പറയണ. എന്തോ നടന്നിട്ടുണ്ട്, അല്ലാതെ അവൾ അങ്ങനെ പറയൂല. എനിക്ക് തോന്നുന്നു അയാൾ അവളെ ഏരി കയറ്റി വിട്ടിട്ടുണ്ട്. അതാ. അയാളോ? നിനക്കയാളെ ശരിക്കും അറിയില്ല. അയാൾ എൻ്റെ മുന്നിൽ തോറ്റു പോകുമെന്ന് പേടിച്ചിട്ട് അവളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും. അയാൾക്കിട്ടൊരു പണി കൊടുക്കണം. ഒരു പണിയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട്. പണി കയ്യിലുണ്ടെന്നോ? എന്ത് പണി? നീ അയാളുടെ സ്റ്റോറി ഒന്ന് കേട്ടില്ലേ? അമ്മായി ഇപ്പോൾ അയാളോട്ട് അടഞ്ഞാൽ നിൽക്കണേ. ഇതാ പറ്റിയ അവസരം. എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ബ്ലാങ്കി മറ്റുള്ളവരോട് കളിക്കണ പോലെയല്ല നിന്റെ വലിയ മാവനോട്. അയാൾക്ക് വെട്ടുന്ന തുണ്ടിലുണ്ട് സ്വഭാവ. ഇത് നമുക്ക് വേണ്ടടാ. നീ തൽക്കാലം അത് വിട്. ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പുതിയ ജിമ്മിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അത് അയാൾ സേവ് ആയിരിക്കൂല. നീ അയാളെ അതേത് മുന്നേ വിളിച്ചിട്ടില്ലേ? എപ്പോഴും ഒരിക്കൽ. പക്ഷെ അയാളൊന്നും സേവ് ആക്കിയിട്ടുണ്ടാവില്ല. അമ്മായി എടുക്കുമോ നമുക്ക് നോക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിന്റെ പ്ലാൻ എന്താ? അതൊക്കെ നീ കണ്ടോ. അമ്മായി ഞാൻ എടുക്കണമെങ്കിൽ ഞാൻ സംസാരിക്കും. അമ്മാവനാണെങ്കിൽ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് വിടും. ശരിക്കും നീ ബെല്ല് കൊടുക്കുവാണോ? വേണ്ടാതിരിക്കും. റിങ് പോകുന്നുണ്ട്. ആരാ എടുക്കുന്നതെന്ന് നോക്കാം. ഈശ്വര, എന്തെങ്കിലും പ്രശ്നം വന്നാ എന്നെ മാത്രം രക്ഷിക്കണേ. ഭാമേ, ആരെ ഫോണായി കിടന്നടിക്കുന്ന? ഹാളില് ആരുമില്ലേ? സത്യേട്ടന്റെ ഫോണാന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ബെല്ല് പോകുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ലല്ലോ. മാക്രിയോ? അതാരാണാവോ? ഹലോ ഹലോ ഡാഡി. ഡാഡി എന്താ മോനെ കാണാൻ വരാത്തെ? തള്ളേ തേഞ്ഞ് ഇവനെന്താ മിമിക്രിയായി കാണിക്കണേ? മോന് കാത്തിരിക്ക, വേഗം വരണേ. ഒരു കുടുംബം കലക്കിയിട്ടുള്ള ചിരിയല്ലേ ആ കാണ?
ഏയ് അങ്ങനെയൊന്നും കലങ്ങൂല. അവർ തമ്മിൽ ചെറിയൊരു കശപശ, അത് കഴിഞ്ഞാൽ തന്നെ ശരിയായിക്കോളും. ഭാമേ, ഞാൻ ഇറങ്ങ. എൻ്റെ ഫോൺ കണ്ടോ? ആ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ഫോണും വാട്ടർ ബോട്ടിലും അവിടെ. ഇതാ. ആ, താങ്ക് യു. ആ, പിന്നെ ഞാൻ ഇന്ന് രാത്രി വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നാ ഞാൻ പോട്ടെ. ഭാമേ, നിന്നോടാ. ബൈ. ഇവക്കിതെന്ത് പറ്റി? അപ്പൊ സത്യേട്ടന് വേറെ കുഞ്ഞും ഭാര്യയൊക്കെ ഉണ്ടോ? ഇത്രയും ബോറടിച്ച മീറ്റിംഗ് വേറെ ഉണ്ടായിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒതുക്കാൻ പറ്റിയതാ ആ സേട്ട ഇത്രയും ബോറടിപ്പിച്ചത്. എൻ്റെ പ്രശ്നം അതല്ല. ഇനി ഈ പ്രോജക്റ്റ് തീർന്നവരെ അയാളെ സഹിക്കണ്ടേ? വേറെ വഴിയില്ല മോനെ, അയാളെ സഹിച്ചേ പറ്റൂ. വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് 3 ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങണം, എങ്കിലും ശരിയാവും. ആ, അവന്മാരും ഒന്നും എത്തിയും തോന്നുന്നു. ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും താമസിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, സത്യ എന്താ ഇവിടെ? എന്തേ? സാധാരണ ഭാമ വീട്ടിലേക്ക് പോയാ നീ അങ്ങോട്ടല്ലേ പോവാറ്? അവളിന്ന് വൈകുന്നേരം അങ്ങോട്ട് പോയല്ലോ. നിന്നോട് പറഞ്ഞല്ലേ പറഞ്ഞ? നീ മറന്നതാണോ അതോ ഇങ്ങോട്ട് തന്നെ വന്നതാണോ? അവള് വീട്ടിലേക്ക് പോയല്ലേ, എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയതാ. സത്യ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല, അവള് രാവിലെ പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയി. മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന മാറ്റില്ല, അതാ. അയ്യോ, ഇപ്പോൾ സമയം ഒരുപാടായില്ലേ. ആളിപ്പോൾ അവിടെ ഒറ്റയ്ക്കായിരിക്കൂലേ? ആ, നിങ്ങൾ കടന്നോ, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഗുഡ് നൈറ്റ്. വന്ന് ഈ ഇട ടീച്ചർക്കിന് ഒരു കാര്യം മൈൻഡിൽ നിൽക്കുന്നില്ലല്ലോ. തിരക്കിനിടയിലും മറന്നതായിരിക്കും. മഞ്ഞേറും വിണ്ണാലും മയമായും പോലെ കുഞ്ഞാമൽ കണ്ണാരും ഭർത്ത കാറിന്റെ ഒച്ച കേട്ടല്ലോ. സത്യേട്ടനായിരിക്കും അപ്പ. ഭാമേ, ആരമ്മയെ കെട്ടിക്കാനാടി രാത്രി ഇവിടെ വന്നിരിക്കണേ? സത്യേട്ടൻ ഇപ്പൊ അതിന് ഇങ്ങോട്ട് വന്നത് എനിക്ക് കുറച്ച് സമാധാനം വേണം. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഓ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ സമാധാനം പോയി എന്നാണോ പറഞ്ഞു വരുന്നത്? നിനക്ക് അവിടെ എന്ത് സമാധാനം കേടി ഉള്ളത്? നീ എന്തിനാടി ഇവിടെ വന്നിരിക്കണ? സത്യേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്ന ഞാൻ ആരോട് പറയാതൊന്നും ഇറങ്ങി വന്നതല്ലോ. ലീലാമ്മയോട് പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ലീലാമ്മയാണോ നിന്റെ കഴുത്തിൽ താലി ഇട്ടത് അതോ ഞാനാണോ നിന്റെ കഴുത്തിൽ താലി ഇട്ടത്? നീ എന്റെ ഭാര്യ അല്ലാതെ ലീലാമ്മയുടെ അല്ല. നിങ്ങൾ എന്റെ കഴിച്ച് മാത്രമാണോ താലി ഇട്ടത്? ഞാൻ മാത്രമാണോ നിങ്ങളുടെ ഭാര്യ? നിനക്കെന്താടി ഭ്രാന്താണോ? നീ എന്തൊക്കെയായി ചോദിക്കണേ? സത്യേട്ടൻ ഇനി എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ട. ഞങ്ങൾ അങ്ങോട്ട് പോലും ഞാൻ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. അത് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് എന്ന് കരുതി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ട. എടി, നിനക്കെന്താ ഭ്രാന്താണോ? അതെ, സത്യേട്ടൻ ഇപ്പൊ എന്നെ ഭ്രാന്തിയായിട്ടൊക്കെ തോന്നും. വേറെ ആൾക്കാരുണ്ടല്ലോ, ഭാര്യയും മക്കളും ഒക്കെ. ഞാനാരാ? ഏത് ഭാര്യയുടെ മക്കളുടെ കാര്യമായിട്ട് നീ പറയണ? മാഡം വലുതൊക്കെ വിളിച്ച് പറഞ്ഞ ഭാമേ, നിനക്ക് അറിയാലോ എന്നെ. ഞാൻ വല്ല വാക്കിലോട്ട് തരും. അടിച്ചു കൊന്നു. ഇനി അതുകൂടെയല്ലേ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ മോനും നിന്നെ വിളിച്ചിരുന്നു. ഡാഡി കാണുമെന്നും പറഞ്ഞു. ചെല്ലു, മോന്റെ അടുത്ത് ഭാര്യ അടുത്ത് പൊക്കോ. എടി മോങ്ങാതെ എന്താ നടന്നെന്ന് കാര്യം തെളിച്ച് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്താ പറയുന്നതെന്ന്. ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങൾ മാത്രം ലോകമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഞാനൊരു പൊട്ടി. ഫോൺ എടുത്ത് നോക്ക്, ഞങ്ങളുടെ മോൻ വിളിക്കുന്നുണ്ട്. ഏതോ മാക്രി. മാക്രിയോ? ഞങ്ങൾ അഭിനയിക്കേണ്ട ഓതിട്ട് കേൾക്കുന്ന പോലെ നിങ്ങളുടെ ഫോണിൽ അങ്ങനെ അടിച്ചിട്ടേക്കുന്ന. നിനക്ക് ആ നമ്പർ ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് നിനക്കുള്ളത് ഞാൻ തരാം. ഞാൻ കരുതി നിങ്ങൾ എന്നെ മാത്രം വട്ടപ്പെട്ട് വിളിക്കുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരെ വിളിക്കാൻ അറിയാല്ലേ? നിർത്തടി, എന്റെ വാരിക്കണ കേൾക്കരുത്. ഓ, ഇതല്ലേ നീ പറഞ്ഞ മാക്രി? നിന്റെ മുന്നിൽ വെച്ചിനെ ഞാൻ വിളിക്കാം. ആരാ കോൾ എടുത്ത് സംസാരിക്കണേ നോക്ക്. ബെല്ല് പോകുന്നുണ്ട്. ഇയാളെന്തിനാ ഈ രാത്രി എന്നെ വിളിക്കണേ? ഓ, ഇനി അമ്മായി എങ്ങനെ ആയിരിക്കോ? എടുക്കണോ? എടുത്തോക്കാം. ലവലജി, മര്യാദയ്ക്ക് സംസാരിക്കട. എനിക്ക് ജനിക്കാതെ ഉണ്ടായ മോനെ. അല്ല, അമ്മാവനല്ലേ ഇത്? എന്താ അമ്മാവ ഇത്? കുടുംബം കൂട്ടിയിട്ട് ജീവിക്കുന്നതിന് രാത്രി വിളിച്ച്
എന്നെ ശല്യം ചെയ്യുന്നു. ഞാൻ ഫോൺ വെക്ക. ബൈ അമ്മായി, ബൈ. നിനക്കുള്ളത് നേരിട്ട് കണ്ട് തൊലടാ മോനെ. ഈ ലവലാതിയായിരുന്നു തണ്ടി. എന്താ നിന്റെ മോങ്ങല് തീന്നോ? കരയടി, ഇനി നന്നായിട്ട് കര. അത് ഇനി അന്ന് എനിക്ക് വന്ന കോള് നീ എടുത്തില്ലേ, അത് ഞങ്ങളുടെ കമ്പനിയിലെ ഡിസൈനറുടെ ഭാര്യ തന്നെയായിരുന്നു. അയാൾ ഞങ്ങളുടെ കമ്പനി പറ്റിച്ചിട്ട് ഈ നാട്ടിൽ തന്നെ രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് അയാൾക്കൊരു കുഞ്ഞുണ്ട്, ഹാർട്ട് പേഷ്യൻ്റ്, ഒരു മോൻ. ഞാനൊരു അച്ഛനായതുകൊണ്ട് അതിന് വയ്യാത്തതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അതിന് അവരെന്ന് വിളിച്ചത്. സത്യേട്ടാ, ഞാൻ നിന്നോടതൊക്കെ അന്ന് എന്നെ പറയണമെന്നുണ്ട്. പക്ഷേ അതങ്ങനെ നിനക്ക് അടിമുടി സംശയമല്ലേ. നിനക്ക് ആരിനോട് സംസാരിച്ചാലും അപ്പം സംശയം. അതോട് കാര്യം നിന്നോട് എനിക്ക് പറയാൻ തോന്നിയില്ല. സത്യേട്ടാ, നിങ്ങൾ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അന്ന് കോൾ വന്നപ്പോൾ നിങ്ങൾ ഉരുണ്ട് കളിക്കണ കണ്ടപ്പോൾ പുറത്തിന് പന്നി അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അറിയാണ്ട്. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഈ പ്രായത്തിൽ എനിക്ക് അവീതം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി പോയതല്ലേ. ഞാൻ ഈ പിറകെ വന്നത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനല്ല, എൻ്റെ കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. എന്ത് പ്രശ്നം വന്നാലും അത് ആദ്യം എന്നോട് ചോദിക്കണം. അത് നിനക്ക് പറ്റൂല. നിനക്ക് അന്നും ഒരു കാര്യം മാത്രമേ അറിയൂ, ഇട്ടിട്ട് ഇറങ്ങി അങ്ങോട്ടെങ്കിലും ഓടുക. എല്ലാ പ്രാവശ്യം ഒരു പട്ടിയെ പോലും നിന്റെ പിറകെ വരും. ഇനി സത്യനാഥന് അതിന് കിട്ടില്ല. ഞാൻ പോവുക. ഇറങ്ങിപ്പോയതുപോലെ നിന്റെ സംശയമൊക്കെ തീരുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? ഇനി അവൾ വരൂലേ? പുല്ല്. ദീ ഭാമേ, എഴുന്നേക്ക്, വാ പോവാ. നിനക്കെന്താ ചെവി കേട്ടൂടെ? നിന്നെ വിളിക്കണ. വാ വീട്ടിൽ പോവാ. ഇല്ല സത്യേട്ട പോക്കോ, ഞാൻ നാളെ അങ്ങോട്ട് വരാം. ഭാമേ പറഞ്ഞേക്ക്, വാ. സത്യേട്ട, കരയണ്ട. നിനക്ക് എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാ ഇങ്ങനെയൊക്കെ എനിക്കറിയാം. പിന്നെ എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയി, അതെൻ്റെ തെറ്റാണോ? സത്യേട്ട സോറി. ഭാമൻ, സത്യക്ക് വേറെ പെണ്ണിനെ തേടി പോകണമെങ്കിൽ 5 വർഷം നീ എന്നിട്ടിട്ട് പോയില്ലേ? അപ്പോൾ വേറെ ആരെങ്കിലും കെട്ടി ജീവിക്കായിരുന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ കാത്തിരുന്ന. സത്യേട്ട, ചെക്കനെ കൂടെ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ആകെ. എന്നാലും എൻ്റെ ഭാമേ, എനിക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടെന്ന് നീ വിചാരിച്ചല്ലോ, സമ്മതിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? തേണ്ടി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കരുതിയോ? പുറത്ത് നല്ല മഴയാ. വീട്ടിൽ പോകണോ അതോ ഇവിടെ തന്നെ അങ്ങ് കൂടണോ? സത്യേട്ടന് പോകണമെന്നാണെങ്കിൽ പോവാം, അല്ല നിൽക്കണമെന്നാണെങ്കിൽ നിൽക്കാം. സത്യേട്ടൻ്റെ ഇഷ്ടം. പുറത്ത് ചെറിയ മഴയുണ്ട്, നമുക്കിന്ന് ഇവിടെ തന്നെ നിൽക്കാം. നിൽക്കാം. ഭാമേ, എന്തോ? നിനക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടോ? ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? സത്യേട്ടാ, ഞാനത് ആ നേരത്തെ സങ്കടത്തില് സച്ചിനോട് പറഞ്ഞതാ. നീ അവളോട് പറഞ്ഞപ്പോഴ ഞാനും ചിന്തിച്ച്. ഞാൻ നിന്നോട് ഇന്നുവരെ അതൊന്നും പറ്റിയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. നിന്റെ ആഗ്രഹം എന്താ? നിനക്കെന്തെങ്കിലും വേണമെന്ന് പോലും. സത്യേട്ടാ, ഒന്ന് മതിയാക്കും. എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ വേണം, അത്രേ ഉള്ളൂ. ഭാമേ, ഒന്നും പറയണ്ട. സോറി. ഞാൻ ഒരിക്കലും സത്യേട്ടനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. സോറി. പാടില്ലായിരുന്നു, പക്ഷെ നീ തെറ്റിദ്ധരിച്ചില്ലേ? അതിനുള്ള ശിക്ഷ നിനക്ക് വേണം. സത്യേട്ടാ, എൻ്റെ ശിക്ഷ വേണ്ടേ? அடியே വേണം. மாமே மனசு படி எனையே நாளும் நினைச்சு கடி பொழுதும் கடந்து போகையில மனசும் கடந்து தவிக்குதடி பருவம் வரும் முன்னையே ஆசை வச்சேன் ஒன்ன நினைச்சு தாண்டி வீச வச்சேன் பருவம் வரும் முன்னையே ஆசை வச்சேன் ஒன்ன நினைச்சு தாண்டி வீச வச்சேன் அடி மஞ்ச கிழங்க உன்னை நினைச்சு நினைச்சுதானோ மனசுக்குள்ள வச்சு பூட்டிக்கிட்டேன் உன் பிஞ்சு விரல் பதைச்ச மண்ணை எடுத்துதான் காயத்துக்கு பூசிக்கிட்டேன் போராளே போராளே காத்தோட தூத்தல
പോലെ പോരാളെ പോരാളെ പോവാമത്താ പോരാളെ. മഴ ചെയ്തിട്ട് തോർന്നിട്ടുണ്ട്. ഞാനും വേഗം കുളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ആണോ? ഇങ്ങോട്ട് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. ആർക്ക് വേണമെങ്കിൽ, എനിക്ക് എന്തായാലും വേണ്ട. നമുക്ക് വീട്ടിലേക്ക് പോവാൻ സത്യേട്ടാ. പോവാം. അതിന് മുന്നേ എനിക്കൊരു ചെറിയ പണിയുണ്ട്. നീ കുളിച്ച് റെഡിയായിട്ട് നിന്നോ. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞത് വേണ്ടത്തെ പണിക്ക് പോകരുതെന്ന്. സമാധാനായോ? അയ്യോ, ഇതൊന്ന് പറ്റി. അത് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളുടെ ഫോണിൽ അങ്ങനെയൊക്കെ സംസാരിക്കും? കളിച്ചളിച്ചിട്ട് കുടുംബത്തിൽ കയറി കളിക്കുന്നോ? ഞാനിന്ന് അമ്മ അബദ്ധമൊന്നും കാണിക്കരുത്. എനിക്കൊരു കൊച്ചുള്ളതാ. സച്ചിന് ഭർത്താവില്ലാക്കരുത്. ഒന്ന് വീണതാ. ആദ്യം നീ ഇവന്റെ കൂട്ട് മതിയാക്കോ, എന്നാലും നീ രക്ഷപ്പെടും. ബോധമില്ലാതെ കിടന്നിട്ട് നുള്ളി എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണല്ലേ ഞാൻ ചെയ്ത തെറ്റ്. എനിക്കങ്ങ് വയ്യ. എന്നാ കിടന്നോ, ഞാൻ പോവാ. അഖിലേ, പോടാ. നീയായി നിന്റെ കുടുംബക്കാരെ. ഞാനില്ല, ഞാൻ പോവാ. നിക്കടെ, ചായ കുടിച്ചിട്ട് പോവാ. ഓ വേണ്ട. ഇപ്പൊ ഈ നാട്ടിൽ പോയ ജീവനെങ്കിലും കിട്ടും. അയാളെ കയ്യിലെങ്ങനെ എന്നെ കിട്ടിയ വച്ചേക്കൂല അയാള്. ചേട്ടാ, ഒന്നും വേണ്ടാതിരിക്കെ. മാമയ്ക്ക് വയ്യ, തലയൊക്കെ കറങ്ങുന്നു. നീ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കേ. മോനിങ്ങ വാ. എന്തു പറ്റി? നിനക്ക് വയ്യേ? നീ വേണമെങ്കിൽ കുറച്ചേരം നിന്ന് കിടക്ക്. ചിലപ്പോ തലവേനൊക്കെ മാറും. ആ മായി, ഞാനൊന്ന് ഉറങ്ങി എഴുന്നിട്ട് വരാം. അല്ലെങ്കിൽ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണൊക്കെ വല്ലാണ്ട് പിടിക്കുന്നു. കണ്ണട വെക്കണം. എടാ, നിനക്ക് ജോലിക്ക് പൊക്കൂടെ? 24 മണിക്കൂറും ഇവിടെ ഇങ്ങനെ കടന്നോ? പണിക്ക് പോവാത്തവൻ. നീ കൊള്ളാലോടി. നീ രടി പിടിച്ച് കടത്തിയത്. വേദനയൊക്കെ മാറിട്ട് പോയാൽ മതിന്ന്. നിനക്കെന്താ മൂഡ് സെൻസ് ആണോ? നീ എന്താ സച്ചോടി എന്നെ ഇങ്ങനെ നോക്കണേ? നീ ആ സോഫ തന്നെ കടന്നോ. ഞാൻ ഇപ്പൊ വരാം. ഇവിടെ എവിടെയല്ല ഞാൻ എന്നിട്ട് വെച്ചത്. എവിടെ? ആ, കിട്ടി. ഇതിന് ചാൻസ് ഉണ്ടാവോ? ഏച്ചോട്ടാ, അച്ഛൻ്റെ ചുണ്ടനെ അവിടെ. നീ ഇപ്പൊ ഒന്ന് ഉറങ്ങി കിടക്കുന്ന കുഞ്ഞിനെ എണീപ്പിച്ചു കിട്ടോ? അല്ല, അഖിലിന്റെ അടുത്ത് പോവാന്നല്ലേ പറഞ്ഞ? ആ, ഞാൻ പോയിട്ട് തയ്പ്പ വന്ന് കയറിയതേ ഉള്ളൂ. അല്ല, ഇതൊക്കെ എന്തിനാ പുറത്തെടുത്തിട്ടിരിക്കുന്ന? കൊച്ചങ്ങാനും വായിൽ വെച്ച് എന്ത് ചെയ്യും? അത് ഞാൻ ഇത് ചെക്ക് ചെയ്താ തീർന്നു. തീർന്നെങ്കിൽ വേറെ വാങ്ങാൻ. അന്നതിലെല്ലാം ഹോളോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവൻ. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. പോസിറ്റീവ് ആവല്ലേ? എന്താണ് അവിടെ? എന്താണ് ഒപ്പിച്ചു വെച്ച? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇവക്ക് ഭ്രാന്താ. നിന്നെ നോക്കില്ല. കാര്യം കണ്ട് ഓടിക്കടി. കൊല്ലോടെ ഭംഗി. ബാമയുടെ ഫോണിലാണല്ലോ. ആരുമല്ലേ? ഹലോ, ആരോ? ബാമ ബാത്റൂമില്ല. എന്തേ രാവിലെ തന്നെ? ഒക്കെ നല്ല കാര്യ. സച്ചുവിന് വീണ്ടും വിശേഷമുണ്ട്. ഞാൻ പറയാം. ഇതെങ്ങാനും പെങ്ങുഞ്ഞായോ? ഓ, ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും. പറ്റൂല, സമ്മതിക്കൂല ഞാൻ. മുട്ടയടിച്ചെന്നെ കണ്ടൊരു രസം ഉണ്ടാവില്ല. ബാമേ. എന്താ സത്യേട്ടാ? അല്ല, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? നമുക്കൊരു ആൺകുഞ്ഞ് വേണ്ടേ?
ശശിലേഖേ നീ പുൽകി പുൽകി ചേരും ശശികാന്തക്കല്ലായി പോയ മാനസം